अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين जब मैं सहाबा हज़रत मसीह मौऊद अलैहिस्सलाम के वाक़यात और रवायात बयान करता हूँ, ഏതൊരു സഹാബിയുടെ സംഭവമാണ് അവതരിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ സന്താനങ്ങളും തലമുറക്കാരും ഈ കാര്യത്തെക്കുറിച്ച് തങ്ങളുടെ കത്ത് മുഖാന്തരം സന്തോഷം പ്രകടിപ്പിക്കുന്നു, ദുആക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതായത്, ഞങ്ങളും ഞങ്ങളുടെ വരും തലമുറയും ഈ അനുഗ്രഹത്തെ വിലമതിക്കുന്നവരാകുന്നതിന് വേണ്ടി, അതായത് ഏതൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ഉപ്പാപ്പായും ഉമ്മാമായും വല്ലുമ്മായും വല്ലുപ്പായും കാലത്തിന്റെ ഇമാമിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമിയുടെയും കരങ്ങളിൽ ബയ്യത്ത് ചെയ്തത് മൂലം ലഭിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടം പ്രാപിച്ചു കൊണ്ട് കാലത്തിന്റെ ഇമാമിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിയത്. എന്നാൽ ഞാൻ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടപ്പോൾ വളരെയധികം അത്ഭുതപ്പെടുകയുണ്ടായി. അതായത്, ചിലർ തങ്ങളുടെ പൂർവികരെ ആക്ഷേപപാത്രമാക്കുന്നു. അവർ തെറ്റാണ് പ്രവർത്തിച്ചത്. തന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഈ തെറ്റായ ധാരണകൾ തങ്ങളുടെ പൂർവികരുടെ യഥാർത്ഥ അവസ്ഥകളും സംഭവങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് മൂലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സഹാബാക്കളുടെ സംഭവങ്ങൾ വിവരിക്കാൻ ആരംഭിച്ചപ്പോൾ മുൻപറഞ്ഞ തെറ്റിദ്ധാരണയുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, ഇന്ന സഹാബിയുടെ സംഭവങ്ങൾ താങ്കൾ വിവരിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ആശയക്കുഴപ്പവും പരിഭ്രമത്തിലും അകപ്പെടുത്തുന്ന ചോദ്യങ്ങളിൽ നിന്ന് മോചിതനാക്കുകയുണ്ടായി. ഈ സംഭവങ്ങൾ വിവരിക്കുന്നത് മൂലം പല കുടുംബങ്ങളും തെറ്റിദ്ധാരണകൾ, അതായത് അവരുടെ പൂർവികരെ സംബന്ധിക്കുന്നത്, അതിനെ ദൂരീകരിക്കുന്നതിന് ഹേതുവാകുന്നു. അതുപോലെ അവരുടെ വരും തലമുറയെ ജമാഅത്തുമായി ബന്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നു.
എനിക്ക് മുമ്പുള്ള ഖലീഫമാരും വിവരിച്ചു പറയുന്നു. इससे पहले भी खुलफा कहते रहे പ്രധാനമായും ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല जनाबे സഹാബാക്കളുടെ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് सहाबा के वाकयात ഒരു പരമ്പര ആരംഭിച്ചിരുന്നു. एक सिलसिला शुरू किया था, കുറച്ച് വിവരിക്കുകയും छत तक बयान किया. കുറച്ച് ബാക്കിയാവുകയും ചെയ്തു. इसलिए അതുകൊണ്ട് പൂർവികരുടെ സംഭവങ്ങളും അവസ്ഥകളും और हालात ചരിത്രവും और तारीख की जुगाई വരും തലമുറയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണം. करते रहना चाहिए. എന്തെന്നാൽ വരും തലമുറ ജമാഅത്തുമായി ദൃഢബന്ധത്തിൽ ഏർപ്പെടുകയും ताल्लुक भी पैदा हो. അവരുടെ ശിക്ഷണം കരസ്ഥമാക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സഹാബത്തിന്റെ സന്താനങ്ങളിലെ खानदानों के बाद ചില വ്യക്തികൾ ജമാഅത്തിൽ നിന്ന് വിദൂരപ്പെട്ടു പോകുന്നു. ഇത് ചില ജമാഅത്ത് അംഗങ്ങളുടെയും अफराद जमात അല്ലെങ്കിൽ ഭാരവാഹികളുടെയും രീതി കാരണമാണ് സംഭവിക്കുന്നത്. वगैरह के रवैया की वजह से दूर हटते हैं. ഈ സംഭവം വലുതാവുകയും यहाँ तक आ जाती है തങ്ങളുടെ कि ये പൂർവികർ തെറ്റായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ വരെ ചെന്നെത്തുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ पर വിദ്വേഷം പ്രകടിപ്പിക്കാതെ जूद रंजी दिखाने के बजाय തനിക്ക് വേണ്ടിയും अपने लिए भी ദൈവത്തോട് अल्लाह ताला ഹിദായത്തിൽ നിലയുറയ്ക്കുന്നതിന് വേണ്ടിയും दुआ मांगनी चाहिए. ദുആ അർത്ഥിക്കേണ്ടതാണ്. और जो लोग ആരാണ് കാരണക്കാരാകുന്നത് അവരും ദുആ ചെയ്യേണ്ടതാണ്. दुआ करनी चाहिए. എന്നെന്നും ഓർക്കേണ്ട കാര്യം, याद रखें നമ്മുടെ പൂർവികർ हमारे बुजुर्गों ने വലിയ ഗവേഷണം നടത്തിക്കൊണ്ടാണ് करके അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. अहमियत कबूल की थी. അതുപോലെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് മാർഗദർശനം കരസ്ഥമാക്കിയാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. अहमियत कबूल किया था ഇന്നുള്ള തലമുറയ്ക്ക് തെറ്റ് സംഭവിക്കാവുന്നതാണ്. എന്തെന്നാൽ कि क्योंकि അവർക്ക് തങ്ങളുടെ പൂർവികർക്ക് ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം കരസ്ഥമായിട്ടില്ല. जो पहलों का था, जो उन बुजुर्गों का था, അതുകൊണ്ട് ആ പൂർവികർക്ക് തെറ്റ് സംഭവിക്കുകയില്ല. എപ്പോഴും ഓർക്കേണ്ട കാര്യമെന്നത്, നീതി നമ്മോട് ആവശ്യപ്പെടുന്നത് खाली जहन हो. ശുദ്ധ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നാണ്. हमेशा അള്ളാഹു നമ്മെ ശരിയായ മാർഗത്തിലൂടെ ചരിക്കുന്നവരും ആക്കട്ടെ. और कभी ആരെയും पैदा न हो जो उन्हें ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിനുള്ള സംഭവങ്ങളിൽ ഒരിക്കലും അകപ്പെടാത്തവരായി തീർക്കട്ടെ. अल्लाह ताला की रजा से അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് വിദൂരപ്പെടാതിരിക്കട്ടെ. ऐसे लोग അങ്ങനെയുള്ളവർ खुद ये जायजे സ്വയം ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതാണ്, छोटी बातें हैं നിസാര കാര്യങ്ങളാണ്. അവരുടെ തൻ പ്രമാണിത്വവും അറിവില്ലായ്മയും ദീനിന്റെ എതിരിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദീനിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു. दीन से दूर करती है. അതുകൊണ്ട് സഹാബാക്കളുടെ സന്താനങ്ങളിൽ നിന്ന് ചില ऐसे കാര്യങ്ങളിൽ ദീനിൽ നിന്ന് किसी भी वजह से മാറി കഴിയുന്നവർ, दीन से दूर हो गए हैं. അല്ലെങ്കിൽ ജമാഅത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് വിദൂരപ്പെട്ടവർ, തങ്ങളുടെ വ്യക്തിപരമായ तसव्वुरात വിചാരവികാരങ്ങൾക്ക് അടിമപ്പെട്ടവർ, उन पर हावी हो गए हैं, തൻ പ്രമാണിത്വത്തിൽ അടിമപ്പെട്ടവർ, उन पर हावी हो गए. അവർക്ക് വേണ്ടിയത് उन्हें चाहिए തനിക്ക് വേണ്ടിയും എപ്പോഴും ये हमेशा നേരമാർഗത്തിൽ ചരിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. दुआएं करें, തങ്ങളുടെ പൂർവികരുടെ ഔദാര്യത്തെ സ്മരിക്കുക. याद करें. അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഔദാര്യം എന്നത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് को मानकर നമ്മുടെ രക്തത്തിൽ हमारे खून में इस ഈ അനുഗ്രഹത്തെ നിറച്ചിരിക്കുകയാണ്. जारी करना. അള്ളാഹു എപ്പോഴും अल्लाह करे സഹാബാക്കളുടെ സന്താനങ്ങളെ ദീനിൽ നിലയുറപ്പിക്കുമാറാക്കട്ടെ. इन पर कायम रहने वाली हों. സഹാബാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമാക്കി തീർക്കട്ടെ. അല്ലാതെ ചിലരെക്കുറിച്ച് ചില ആക്ഷേപവും പോലും അവരിൽ ഉണ്ടാകാതിരിക്കട്ടെ. उनके दिल में पैदा हो. ഇന്ന് ഞാൻ ഈ ചെറിയ ആമുഖത്തിന് ശേഷം की बात फिर വീണ്ടും സഹാബാക്കളുടെ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. ആദ്യത്തെ സംഭവം पहला वाकया ഹസ്രത്ത് മുഹമ്മദ് ഫാസിൽ സാഹിബിന്റേതാണ്. फाजिल साहेब ഹസ്രത്ത് നൂർ മുഹമ്മദ് സാഹിബിന്റെ മകനാണ്. അദ്ദേഹം പറയുന്നു, की है. फरमाते हैं ഒരു രാത്രി ഇശാ നമസ്കാരാനന്തരം ഞാൻ मैंने മൗലവി സുൽത്താൻ ഹാമിദ് സാഹിബിന്റെ मौलवी सुल्तान हामिद साहब സമക്ഷത്തിൽ പറയുകയുണ്ടായി, മൗലവി സാഹിബ്, की कि मौलवी മിർസ സാഹിബ് जो हज़रत മഹദി എന്നും മസീഹ് എന്നും വാദം ഉന്നയിച്ചിരിക്കുകയാണ്. का दावा किया है യഥാർത്ഥത്തിൽ ഈ വാദി സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു നമ്മുടെ ദേശത്ത് അവതരിപ്പിച്ചിട്ടും मबूस फरमाया है. നാം അദ്ദേഹത്തെ തിരിച്ചറിയുന്ന കാര്യത്തിൽ നഷ്ടം കൈവരിക്കുകയാണെങ്കിലോ महरूम रह जाएं.
നാം അദ്ദേഹത്തെ അവിടെ ചെന്ന് ദർശിക്കുന്നതിനായി ബുദ്ധിമുട്ട് സഹിക്കാൻ कि वहां जा തയ്യാറല്ലെങ്കിൽ, അതായത് അദ്ദേഹത്തെ നമ്മുടെ ദേശത്ത് അവതരിപ്പിച്ചിട്ടും അദ്ദേഹത്തെ ദർശിക്കുന്നതിനായി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നില്ലെങ്കിൽ അത് से महरूम रह जाएं നാം और कोई അദ്ദേഹത്തെ തിരിച്ചറിയുന്ന കാര്യത്തിൽ നഷ്ടം വരിക്കുന്നവരാകുമോ? मुल्कल और हलीमुत्तबा थे। उन्होंने सुनको जवाब മൗലവി സാഹിബ് സാത്വികനും സൽപ്രകൃതക്കാരനുമായിരുന്നു. അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് മറുപടി പറഞ്ഞു, തീർച്ചയായും പോകേണ്ടതാണ്. मजबूत अहद किया। ഞാൻ അദ്ദേഹത്തോട് പ്രതിജ്ഞ ചെയ്തു. മൗലവി സാഹിബ് എന്നോടും വാഗ്ദാനം ചെയ്തു. മൗലവി സാഹിബ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. मैं सो रहा, वो तो चले എന്റെ വാക്കുകൾ കേട്ട് മൗലവി സാഹിബ് പോയി, എന്നാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ ഉറങ്ങി. जा सका। പറയുന്നു, മജ്ലിസിൽ നിന്നാണ് മൗലവി സാഹിബ് പോയത്. അതിനുശേഷം പറയുന്നു, ഞാൻ चले गए मौलवी ഉറങ്ങി. और उसके बाद कहते हैं मैं सो गया। कहते हैं उस वक्त मैंने ആ സമയം ഞാൻ സ്വപ്നത്തിൽ കണ്ടു कि एक बड़ा खुशनुमा മനോഹരമായ ഒരു ഭവനം. जिसके गालिबन അതിന് ഏകദേശം 4 വാതിലുകളുണ്ട്. और इसका रुख അതിന്റെ മുഖം തെക്കുഭാഗത്തേക്കാണ്. और उसकी शर्की तरफ പടിഞ്ഞാറ് ഭാഗത്തേക്കായി ഒരു മൈതാനമുണ്ട്. जिसमें एक बड़ा मजमा അവിടെ വെള്ളവസ്ത്രധാരികളായ ആകാശീയ മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുന്ന फल की സന്മാർഗർ होते हैं കൂട്ടമായി ഇരിക്കുന്നതായി കണ്ടു. बैठे हैं। അവരുടെ എണ്ണം 100-ൽ കവിയുമായിരുന്നു. तजावुज होगी ഞാൻ അവരുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്. इस मकान के തൽസമയം ഭവനത്തിന്റെ പടിഞ്ഞാറെ വാതിലിലൂടെ ഒരു सफेद പ്രകാശപൂരിതമായ വെള്ളവസ്ത്രധാരിയായ अभी तक ഒരു വ്യക്തി വരുന്നതായി കണ്ടു. निकले। ആ രൂപം എന്റെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട്. तो उस जमात के दरमियान में मैं खड़ा हुआ हूँ, तो उस नूरानी वजूद ने मेरी तरफ अंगूठी ഈ ജമാഅത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. ആ പ്രകാശീയ രൂപം എന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു നിന്റെ മുഴുവൻ തിന്മകളും മാപ്പാക്കിയിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ആ രൂപം दुरूद शरीफ जारी നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായി. അദ്ദേഹം പറയുന്നു, എന്റെ നാവിൽ നിന്ന് ദുറൂദ് പുറത്തു വന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. എന്റെ ഹൃദയത്തിന് വീണ്ടും നിദ്ര വരാത്ത അത്ര വിധം ആനന്ദം ലഭിച്ചു. 21 ഞാൻ ഉണർന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിച്ചു. ख्वाब सुनाऊं। എപ്പോഴാണ് പ്രഭാതം ഉയരുന്നത്, മൗലവി സാഹിബിനോട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറയണമെന്ന് എന്റെ ഹൃദയം മന്ത്രിച്ചു. രാവിലെ മൗലവി സാഹിബ് വന്നപ്പോൾ നമസ്കാരത്തിന് ശേഷം ഈ സ്വപ്നത്തെ സംബന്ധിച്ച് അറിയിച്ചപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, നീ വലിയ ഭാഗ്യവാനാണ്. ഷെയ്ഖ് അക്ദർ അലി സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് അക്ദർ അലൈഹിസ്സലാം അരുൾ ചെയ്തിരുന്നു, തബ്ലീഗിന്റെ അവസരങ്ങളിൽ जो दिलाना बहुत मुफीद हो। ജനങ്ങളെ ഇശാ നമസ്കാരാനന്തരം ഉറങ്ങുന്നതിന് മുമ്പായി വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നഫൽ നമസ്കരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കുന്നത് പ്രയോജനകരമാണ്. അതിൽ ദുആ ചെയ്യുക, അതായത് ഞങ്ങളുടെ രക്ഷിതാവേ, सिलसिला सच्चा है तो हम पर हकीकत जाहिर ഒരുപക്ഷെ ഈ വ്യവസ്ഥിതി സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ സത്യത്തെ വെളിപ്പെടുത്തണമേ പറഞ്ഞുകൊണ്ട് सन പറയുന്നു, ഞാൻ കിഴക്കൻ ആഫ്രിക്കയിൽ 1900-ൽ ജോലിയുടെ കാര്യത്തിനായി പോകുമ്പോൾ मोहम्मद साहिब തന്റെ പഴയ ഒരു സുഹൃത്ത് ഗുജറാത്തിലെ തറായി ആലംഗീർ ജില്ലക്കാരൻ ബായി നേക് മുഹമ്മദ് സാഹിബിനെ ജോലിക്കാര്യത്തിനായി കൂടെ കൂട്ടിയിരുന്നു. അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്യുന്ന അവസരത്തിൽ ഉസൂർ പറഞ്ഞ ഈ പൊടിക്കൈ പ്രയോഗിച്ചു. അദ്ദേഹം ഇതനുസരിച്ച് പ്രവർത്തിച്ചു. അള്ളാഹു സ്വപ്നത്തിൽ മുൻപറഞ്ഞ രീതികളിലുള്ള സാദൃശ്യരൂപം കാണിച്ചു. वालिद मरहूम भी है। അദ്ദേഹം സർവ്വലോക രക്ഷിതാവിന്റെ സത്രത്തിലാണ്. പിതാമഹനുമുണ്ടായിരുന്നു. ഏത് ഭവനത്തിലാണ് അവർ നിന്നിരുന്നത്, അതിന്റെ എല്ലാ ഭാഗവും പ്രകാശമയമാകാൻ തുടങ്ങി. ആകാശത്ത് പ്രകാശത്തിന്റെ അലകൾ സഞ്ചരിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. അത് ഭവനത്തെ പ്രകാശത്തിന്മേൽ പ്രകാശമാക്കി തീർത്തു. അപ്പോൾ സാത്വികരും പ്രകാശവാകനുമായ ഒരു വ്യക്തിത്വം പ്രത്യക്ഷപ്പെട്ടു. ബായി നേക്ക് മുഹമ്മദ് സാഹിബിന്റെ പിതാമകൻ തന്റെ മകനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഇമാം മഹദിയാണ്. രണ്ടുപേരും മകനും പിതാവും ഉസൂറിനെ സന്ദർശിച്ചു. ഈ മനോഹരമായ ദൃശ്യത്തിനു ശേഷം അദ്ദേഹം നിദ്രയിൽ നിന്നുണർന്നു. പ്രഭാതത്തിൽ ഈ സംഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബയ്യത്തിനായി കത്തെഴുതാൻ പറയുകയും ചെയ്തു. खत लिखा, ഞാൻ അദ്ദേഹത്തിന്റെ ബയ്യത്തിനായി കത്തയച്ചു. सारा खानदान अहमदी है। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും അഹമ്മദികളാണ്. ഹസ്രത്ത് മാസ്റ്റർ മൗല ബക്ഷ് बख्श साहब ഉമർ ബക്ഷാബിന്റെ മകനാണ്. പറയുന്നു, फरमाते हैं ഞാൻ മദ്രസ സൻഗോഹനി संगोहनी പട്ടിയാലയിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. विद्यालय में हेडमास्टर था। माँ भादों ആഗസ്റ്റ് മാസം जो अगस्त का महीना होता है മഴക്കാലത്തിന് ശേഷം പറയുന്നു, ഒഴിവുകാലം വന്നു. बाद कहते എനിക്ക് ഉസൂറിന്റെ സമക്ഷത്തിലെത്താൻ ആഗ്രഹം ജനിച്ചു. हैं हुजूर की खिदमत में हाजिर होने का शौक हुआ। എന്റെ മകൻ മർഹൂം मेरा बच्चा അബ്ദുൽ ഗഫാറിന് 2 വയസ്സ് ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ കുരുക്കൾ വന്നുകൊണ്ടിരുന്നു. അതിന് മാറ്റമുണ്ടായില്ല. ഞാൻ അത് ഗവനിക്കാതെ അവിടുന്ന് യാത്രയായി.
और सरहिंद के സർഹിന്ദിലെ മൗലവി സാഹിബിനെ കൂടെ കൂട്ടി ഹുസൂറിന്റെ സമക്ഷത്തിൽ ഹാജരായിക്കൊണ്ട് ബൈഅത്ത് ചെയ്തു. ഒരു മാസം അവിടെ താമസിച്ചതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ മകനെ ആരോഗ്യവാനായി കണ്ടു. എന്റെ പത്നി പറഞ്ഞു, ഞാൻ ഇവനെ കുളിപ്പിക്കുന്നത് നിർത്തിയിരുന്നു, എന്നാൽ ആരോഗ്യവാനായിരിക്കുന്നു. അസദ് ഖാസി മുഹമ്മദ് യൂസുഫ് സാഹിബ് പറയുന്നു, फरमाते हैं ഞാൻ 1898 സമീപത്ത് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഉയർന്ന പർവ്വതത്തിന്റെ താഴ്വാഴത്തിൽ കിഴക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്റെ രണ്ട് കൈകളും ഇരുവശത്തേക്ക് തോളിന് സമാന്തരമായി നിവർത്തിയിരിക്കുകയാണ്. എന്റെ വലത് കൈയിൽ സൂര്യന്റെ തേജോഗോളം പ്രകാശപൂരിതമായി നിലകൊള്ളുകയും ചന്ദ്രന്റെ चांद का कुर्रा തേജോഗോളം ഇടത്തു കൈയിലുമാണ്. पहुंचा है അത് 3 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് നിന്ന് ഒരു നദി പർവ്വത സമീപത്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു. നദിയുടെയും പർവ്വതത്തിന്റെയും ഇടയിൽ വിശാലമായ ഒരു മൈതാനം ഹരിതപൂർണമാണ്. അവസാനം ഈ വ്യാഖ്യാനം മനസ്സിലായി. പർവ്വതത്തിനർത്ഥം അന്തസ്സും ഉന്നതിയുമാണ്. സൂര്യന്റെ വിവക്ഷ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ചന്ദ്രന്റെ വിവക്ഷ चांद से मुराद പൂർണ്ണ ചന്ദ്രനായ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമുമാണ്. बदरे कामिल हैं, നദി കൊണ്ടുള്ള ഉദ്ദേശം ആകാശീയ ജ്ഞാനമാണ്. आसमानी हैं जो मशरिक കിഴക്ക് നിന്ന് പടിഞ്ഞാറിന് ലഭിക്കുന്നതാണ്. कर देंगे। ചന്ദ്രന്റെ 3 അടി ഉയരം दूर हाथ से പറയുന്നത് 3 വർഷത്തിന് ശേഷം അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതാണ്. अहमदियत नसीब അങ്ങനെ 1901 1898 സ്വപ്നദർശനമുണ്ടായി. 1901 അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. हज़रत शेख मोहम्मद അതത് ഷേഖ് മുഹമ്മദ് അഫ്സൽ സാഹിബ് പട്ടിയാലയുടെ മുൻ പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു, 1900 വേനൽക്കാലമായിരുന്നു. डॉक्टर अशमत ഇസ്മത്തുള്ള സാഹിബ് കാദിയാന്റെ കൂടെ ബയ്യത്തിന്റെ ലക്ഷ്യവുമായി മഗ്രിബ് സമയത്ത് കാദിയാനിലെത്തി. करीब कादियान पहुंचा। കാദിയാൻ നഗരത്തിലെ അതിഥി മന്ദിരത്തിൽ खाने में കിടക്ക വെച്ചുകൊണ്ട് നമസ്കാരത്തിനായി മസ്ജിദ് മുബാറക്കിൽ എത്തി. കാദിയാൻ നഗരത്തിലെ ബലം കുറഞ്ഞ അതിഥി മന്ദിരത്തിൽ बिस्तर रखकर കിടക്ക വെച്ചുകൊണ്ട് നമസ്കാരത്തിനായി മസ്ജിദ് आज मगरिब के लिए മുബാറക്കിലെത്തി. अंदरून खाना तशरीफ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം മഗ്രിബ് നമസ്കാരത്തിനായി മുറിയിൽ നിന്ന് വന്നു. കുറച്ച് ഇരുട്ട് വീണിരുന്നു. വളരെ തടിച്ച വ്യക്തിയായി തോന്നി. क्योंकि खादम നഗരത്തിലാണ് അദ്ദേഹം വളർന്നത്. പിശാജ് ഹൃദയത്തിലിട്ടു. തടിച്ചത് എന്തുകൊണ്ടാണ്? നഊദുബില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ചുള്ള വിചാരങ്ങൾ इस्माइल अलैहि सलाम के बारे में ഇരുട്ട് കാരണമാണ് ഉണ്ടായത്. की वजह से നല്ല രീതിയിൽ കാണാൻ സാധിച്ചിരുന്നില്ല. പിശാജ് ഹൃദയത്തിൽ ഇട്ടു. തടിച്ചത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ മാംസം കഴിക്കുന്നുകൊണ്ടായിരിക്കും. പിന്നീട് അകത്തുനിന്ന് ഒരുപാട് സ്ത്രീകൾ സംസാരിക്കുന്ന ശബ്ദം പുറത്തു വന്നു. शैतान ने डाला कि इस അപ്പോൾ പിശാച് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെതിരിൽ ഹൃദയത്തെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് തനിക്ക് എന്തറിയാം? ശരീരവുമായി നല്ലൊരു ബലപ്രയോഗം തന്നെ നടന്നു. മുഴുവൻ ശരീരവും വിയർത്തു കുളിച്ചു. നഫ്സ് പുതിയ പുതിയ ദുഷിച്ച ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ടുവന്നു. अगर ये शख्स सच्चा है ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് नामुराद ഞാൻ നമസ്കാരത്തിൽ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ നാഥ, ഈ വ്യക്തി സത്യവാനാണെങ്കിൽ नमाज के ഞാൻ ഇദ്ദേഹത്തിന്റെ പടിവാതിൽ നിന്ന് പരാജിതനും പാമരനുമായി മടങ്ങരുതേ. नहीं है എന്നാൽ ഹൃദയത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. നമസ്കാരത്തിന് ശേഷം അതിഥി മന്ദിരത്തിൽ തിരിച്ചു വന്നു. ഈ അവസ്ഥയിൽ हालत में सो गया ബയ്യത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കുകയില്ല എന്ന് നിശ്ചയിച്ചു. कि एक शख्स ने मुझको गले से നമസ്കരിച്ചു ഇല്ലയോ എന്നറിയില്ല. നമസ്കരിച്ചു എങ്കിൽ എവിടെയാണ് നമസ്കരിച്ചത്? അബോധാവസ്ഥയിൽ ഉറങ്ങി. രാത്രിയിൽ 2-3 മണിയാണെന്ന് തോന്നുന്നു. ഒരു വ്യക്തി എന്റെ കഴുത്തിൽ അമർത്തിക്കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. സ്വപ്നത്തിലാണ് ഇത് കാണുന്നത്. ജീവൻ പോകുമോ എന്ന് തോന്നുന്ന വിധത്തിലാണ് അമർത്തപ്പെട്ടത്. പറഞ്ഞു, മിർജ ഏതൊരു വ്യക്തിയാണെന്ന് നിനക്കറിയാമോ? ആ വ്യക്തി ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. किया और मुझको चार തന്റെ വാദത്തിൽ പൂർണ്ണമായും സത്യവാനാണ്. മറ്റ് പലതും നീ ചിന്തിച്ചാൽ होके मेरी എന്നെ കിടക്കയിലേക്ക് ഇട്ടു. ഇത് വളരെ തീവ്രമായ സ്വപ്നമായിരുന്നു. और गला सख्त दर्द कर रहा ഞാൻ ഭയചകിതനായിക്കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു. ആ സമയം എന്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. കഴുത്ത് ആരോ ശക്തമായി അമർത്തിയതുപോലെ വളരെയധികം വേദനയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം സ്വപ്നദർശനമായിരുന്നു. ഹൃദയത്തോട് ചോദിച്ചു, ഇപ്പോഴും മിർസ സാഹിബിന്റെ സത്യതയ്ക്ക് വല്ല സംശയവും ബാക്കിയുണ്ടോ? ഹൃദയം പറഞ്ഞു, ഒരിക്കലുമില്ല. പ്രഭാതത്തിൽ വിരഹവാഹിയായി കണ്ടു. ആകാശത്ത് നിന്ന് മലക്ക് ഇറങ്ങിയതായി അനുഭവപ്പെട്ടു. जान कुर्बान സാധാരണ മനുഷ്യപ്രകാരത്തിലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിനായി ജീവൻ ത്യജിക്കാൻ പ്രകൃതം ആവശ്യപ്പെട്ടു. എപ്പോഴാണ് ഹുസൂർ അലൈഹിസ്സലാം മുന്നിൽ വരുന്നത്? നിയന്ത്രാതീതമായ കണ്ണീർ വരുമായിരുന്നു. और खुदा ने शैतान അതായത് ഹുസൂർ പ്രേമഭാജവും ഇദ്ദേഹം നിസ്സഹായനായ പ്രേമിയും. വളരെ സന്തോഷത്തോടെ ബയ്യത്ത് ചെയ്തു. അള്ളാഹു പൈശാചിക വലയത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് മസീഹിന്റെ വാതിൽപ്പടിയിൽ ശക്തമായി പ്രവേശിപ്പിച്ചു. ഞാൻ വഴിതെറ്റുന്ന കാര്യത്തിൽ
ഏതൊന്നിന്റെ കുറവാണുണ്ടായത്? ഹസ്രത്ത് ഖൈറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഗ്രാമത്തിലെ മസ്ജിദിൽ നിന്ന് നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ജനങ്ങൾ പറഞ്ഞു, സഹോദര, മുഴു ലോകവും തിന്നുന്ന ആപത്ത് വന്നണഞ്ഞിരിക്കുന്നു. ഞാനും അത് കേട്ടുകൊണ്ട് തിരിച്ചറിയുകയായിരുന്നു, ഞങ്ങളെ മുഴുവൻ പേരെയും തിന്നുന്നതാണ്. കറുത്ത നിറത്തിലുള്ള ശിഖരം പോലെയുള്ള കീടങ്ങൾ എല്ലാ വയലുകളിലും ദൃശ്യമായിരുന്നു. ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ഇത് തീർച്ചയായും നമ്മെ തിന്നുന്നതാണ്. അള്ളാഹുവിനെ അല്പം സ്മരിക്കുക. അപ്പോൾ 2-3 എന്റെ വലത് കൈയിലെ വിരലുകളിൽ പിടിച്ചു. അത് എന്നെ പിടിച്ചു എന്ന ചിന്ത എന്നിൽ ഉദിച്ചു. അതായത് ഈ ആപത്ത്. ഞാൻ ഈ കീടത്തിനോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ നിന്നാണോ വന്നത്? കീടങ്ങൾ വിരൽ പിടിച്ചു. അവർ പറഞ്ഞു, ശരി തന്നെയാണ്. മിർസ സാഹിബ് സത്യവാനാണോ അല്ലയോ? അത് പറഞ്ഞു, അതെ, സത്യവാനാണ്. നീ മിർസ സാഹിബിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്നെ തിന്നുന്നതാണ്. എന്തെന്നാൽ അദ്ദേഹം സത്യവാനാണ്. 3 പ്രാവശ്യം ആവർത്തിച്ച് ശബ്ദം വന്നു, മിർസ സാഹിബ് സത്യവാനാണ്. പിന്നീട് കണ്ണുകൾ തുറന്നു. അദ്ദേഹം പറയുന്നു, രാവിലെ എഴുന്നേറ്റതിനു ശേഷം മാതാവിനോട് ചോദിച്ചു, ജുമാ എപ്പോഴാണ്? മറ്റന്നാൾ ജുമാ ദിവസം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സമക്ഷത്തിൽ ചെന്ന് ബയ്യത്ത് ചെയ്തു. ഹസ്രത്ത് അല്ലൂറഖ സാഹിബ് അമീർ ബക്ഷ് സാഹിബിന്റെ മകനാണ്. ഇവർ രണ്ടുപേരും സഹാബികളാണ്. പറയുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ സ്വപ്നത്തിൽ ദർശിച്ചു. സ്വപ്ന പൂർത്തീകരണത്തിനായി ഞാൻ നറോവാലിൽ വസിക്കുന്ന മൗലവി അഹമ്മദുദ്ദീൻ സാഹിബിന്റെ കൂടെ കാദ്യാനിൽ വന്നു. വേനൽക്കാലമായിരുന്നു. മാസം ഓർമ്മയില്ല. മസ്ജിദ് മുബാറക്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ആഗതനായിരുന്നു. മൗലവി അഹമ്മദുദ്ദീൻ സാഹിബ് നറോവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസാക്ഷ്യത്തിനും ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രവർത്തികളും സംബന്ധിക്കുന്ന വിവരണങ്ങൾ വായിച്ചു. അതിൽ മൗലവി സാഹിബ് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുതുകിൽ ചുമന്നാണ് ഗുഹയിൽ പ്രവേശിച്ചത്. അപ്പോൾ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാം പറഞ്ഞു, മൗലവി സാഹിബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തുകൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ കൂടെ നടന്നുകൊണ്ടാണ് ഗുഹയിൽ പ്രവേശിച്ചത്. അതിനുശേഷം തന്റെ കോപ്പി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുവാദം നൽകി അകത്തേക്ക് പോയി. ഹസ്രത്ത് മുഹമ്മദ് ഫാസിൽ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, എന്റെ ഉള്ളിൽ ബയ്യത്തിനായി വെമ്പലുണ്ടായിരുന്നു. ആത്മീയതയിലൂടെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഏതുവരെ എന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നതിനും അപ്പുറമാണ്. ഞാൻ ദീനീ സേവകന്റെ സമക്ഷത്തിൽ എന്റെ ബയ്യത്തിനായി പറഞ്ഞാലും എന്ന് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ വൈകുന്നേര നമസ്കാരത്തിനു ശേഷവും ദീനീ സേവകൻ എന്റെ ബയ്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് ഖലീഫ അവലിനോട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ സമക്ഷത്തിൽ അവതരിപ്പിക്കുവാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉസൂർ പറഞ്ഞു, നാളെ ഇതിലെന്റെ ആവേശത്തിന്റെ അഗ്നി വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിനായി പാർസി ഷെയറിൽ പറയുന്നു, ഫസലെ ജൂമെ ഷോക്ക് നസ്ദീക്, ആതിഷെ ഷോക്ക് നസ്ദീക്, തീസെ ദർഗർദർ. അതായത് പ്രേമിയുമായുള്ള കൂടിക്കാഴ്ച അടുത്തു വരുമ്പോൾ ആവേശാഗ്നി ആളിക്കത്തുന്നു. അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം എന്റെ ഹൃദയം ഇങ്ങനെ തീരുമാനിച്ചു, ബയ്യത്ത് സ്വപ്നത്തിൽ നിർവഹിക്കപ്പെട്ടതാണ്. അനുവാദം വാങ്ങാതെ അവിടെ നിന്ന് മടങ്ങി. ആ ദിവസം ബയ്യത്ത് നടന്നില്ല. സ്വപ്നത്തിൽ ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അനുവാദം വാങ്ങാതെ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പറയുന്നു, ഞാൻ വീട്ടിലെത്തിയപ്പോൾ പരിഭ്രമവും വേവലാതിയും വർദ്ധിച്ചു. 1 മാസത്തിനു ശേഷം വീണ്ടും കാദ്യാനിലേക്ക് യാത്രയായി. ഞാൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നെ നോക്കി മന്ദഹാസത്തോടുകൂടി പറഞ്ഞു, ആരാണ് കാലത്തിന്റെ ഇമാമിന്റെ അനുവാദമില്ലാതെ യാത്രയാവുന്നത് അവന് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇമാമിന്റെ അനുവാദമില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ ബയ്യത്തിനായി നിർബന്ധം കാണിച്ചില്ല. ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും വന്നുകൊണ്ടേയിരുന്നു. അവസാനം 22 ദിവസങ്ങൾക്ക് ശേഷം
ഒരു വൈകുന്നേര നമസ്കാരത്തിന് ശേഷം വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഹുസൂർ സ്വയം പറഞ്ഞു, മുഹമ്മദ് ഫാസിൽ ബയ്യത്ത് ചെയ്യൂ. और ये 18 ഞാൻ ബയ്യത്ത് ചെയ്തു. 1899 അവസാനമോ 1900 ആരംഭമോ ആയിരുന്നു. ഹസ്രത്ത് മിയാൻ ഗുലാം സാഹിബ് പറയുന്നു, करते हैं कि मैं पहले ഞാൻ മുമ്പ് ഹനഫിയായിരുന്നു, പിന്നീട് വഹാബിയായി. എന്നാൽ തൃപ്തി കൈവന്നിരുന്നില്ല. दिल में ख्वाहिश ഹൃദയത്തിൽ അള്ളാഹു ഇമാം മഹദിയെ അവതരിപ്പിച്ചെങ്കിൽ आए എന്ന ആഗ്രഹമുണ്ടായിരുന്നു. फौज में शामिल हो അങ്ങനെ അദ്ദേഹത്തിന്റെ സേനയിൽ അംഗമാകും. ख्वाब में मुझे ഒരിക്കൽ സ്വപ്നത്തിൽ ഹസ്രത്ത് സാഹിബിന്റെ പരിശുദ്ധ രൂപം ദർശിക്കുകയുണ്ടായി. बहु नक्श ഞാൻ കാദിയാനിൽ വന്നു. എല്ലാ തരത്തിലും രൂപങ്ങൾ നിരീക്ഷിച്ചു. എല്ലാ തരത്തിലും അതേ രൂപങ്ങൾ എനിക്ക് ദൃശ്യമായി. ബയ്യത്ത് ചെയ്തു. करते हैं ഹസ്രത്ത് അബ്ദുർ റഹ്മാൻ സാഹിബ് വിവരിക്കുന്നു, തന്റെ പിതാവിനെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. തന്റെ ബയ്യത്തിന്റെ സംഭവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മൗലവി അലാവുദ്ദീൻ സാഹിബ് താമസിച്ചിരുന്നു. करीब ही एक അവിടെ അടുത്തായി ഒരു പള്ളി ഉണ്ടായിരുന്നു. എന്റെ പിതാവ് അദ്ദേഹത്തിൽ നിന്നാണ് ദീൻ അഭ്യസിച്ചിരുന്നത്. ഒരിക്കൽ ഇശാ നമസ്കാരത്തിന് ഒളുവ് ചെയ്തുകൊണ്ട് തന്റെ പിതാവ് മൗലവി സാഹിബിനോട് ചോദിച്ചു, മൗലവി സാഹിബ്, ഈ ദിനങ്ങളിൽ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ വീഴുന്നു, ഇതിന് കാരണം എന്താണ്? മൗലവി സാഹിബ് പറഞ്ഞു, ഇമാം മഹദി വരുന്നതാണ്, ആകാശത്ത് അതിനായുള്ള സന്തോഷ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. थे कि चंद പിതാവ് പറഞ്ഞു, കുറച്ചു ദിവസങ്ങൾ ശേഷം ഞാൻ ഹസ്രത്ത് അഖ്ദസിനെ കുറിച്ചറിഞ്ഞു. കാദ്യാനിലേക്ക് പോയി ബയ്യത്ത് ചെയ്തു. തിരിച്ചു വന്ന് മൗലവി സാഹിബിനോട് പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്തു, താങ്കൾ എന്തു വിചാരിക്കുന്നു? का क्या ख्याल എന്നാൽ അദ്ദേഹം നിശബ്ദനായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം പതുക്കെ പറഞ്ഞു, ജനാബ്, കാര്യം ശരിയാണ്, എന്നാൽ ഞങ്ങൾ ഭൗതികരായി പോയി. അതായത് മൗലവിയുമാണ് ഭൗതികനുമാണ്. यानी मौलवी भी हैं और दुनियादार भी हैं। ഹസ്രത്ത് മിയാൻ റഹീം ബക്ഷ് സാഹിബ് വിവരിക്കുന്നു, बयान എപ്പോഴാണ് അബ്ദുൽ ഹഖ് ഗസനവിയുമായി ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിന്റെ മുബാഹില നടന്നത്? सर में हुआ എന്റെ പിതാവ് ഈ മുബാഹിലയിൽ പങ്കെടുത്തിരുന്നു. मैं मौजूद അദ്ദേഹം പറയാറുണ്ടായിരുന്നു, बयान फरमाया എപ്പോഴാണ് ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തത്, അപ്പോൾ ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബിന് ആവേശമുണ്ടായി. वो बर्दाश्त न അത് അദ്ദേഹത്തിന്റെ സഹനത്തിന് അതീതമായിരുന്നു. അതായത് ആവേശത്തോടും ശക്തമായ നിലയിലും ദുആ ചെയ്തു. അങ്ങനെ ശാരീരിക അവസ്ഥ മോശമായി. പിതാവ് പറഞ്ഞു, അതത് സാഹിബിനെ കണ്ട് എന്റെ ഹൃദയം സാക്ഷ്യം വഹിച്ചു, ഇത് ഭൂമിയിലെ മനുഷ്യനല്ല, മറിച്ച് ആത്മീയനാണ്. അങ്ങനെ അദ്ദേഹം जब यहाँ चुंडे में आए ചുണ്ടുവണ്ടനിയിൽ വന്നപ്പോൾ मैं इस सिलसिले का തന്റെ ഗോത്രത്തിന്റെ മുന്നിൽ ഈ സംഭവത്തെ വിവരിച്ചു. പറഞ്ഞു, അതൊരു അത്ഭുതകരമായ സംഭവമായിരുന്നു. मेरे മലക്കുകളായിരുന്നു. അങ്ങനെ എന്റെ പിതാവും പിതാമഹനും മുഴുവൻ കുടുംബവും ബയ്യത്ത് ചെയ്തു. ഹസ്രത്ത് ചൗധരി हजरत चौधरी റഹ്മത്ത് ഖാൻ സാഹിബ് വിവരിക്കുന്നു, എന്റെ ബയ്യത്തിന് നിദാനമായ സംഭവം ഇങ്ങനെയാണ്. സ്വപ്നത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പുറത്ത് ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം, ചൗധരി മൗലവി സാഹിബ് ഭട്ടി, ചൗധരി ഗുലാം ഹുസൈൻ, മൗലവി ഷംസുദ്ദീൻ, मौलवी അലിഫുദ്ദീൻ, മൗലവി ഇനായത്തുള്ള, റഹ്മത്ത് ഖാൻ ഭട്ട് എന്നിവരുമായി നിൽക്കുന്നു. ഈ സമയം ബാസാറിൽ നിന്ന് വന്നതാണ്. ചൗധരി മൗലാബക്ഷ് സാഹിബ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ബയ്യത്ത് ചെയ്യുക. इससे ഇതിലും നല്ല സമയം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം ഇവിടെ സന്നിധനാണ്. ഞാൻ കൂടെ ചേർന്നു. മുഴുവൻ പേരും ആദ്യം ചൗധരി മൗലാബക്ഷിൻ സാഹിബിന്റെ കിണറിന്റെ ഭാഗത്തേക്ക് പോയി. പിന്നീട് ഞങ്ങളുടെ കിണറിന്റെ അടുത്തേക്ക് വന്നു. അവിടെ നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം ഞാൻ ഉണർന്നു. സ്വപ്നത്തിലാണിത് കാണുന്നത്. ख्वाब में ये नजारा देख रहे हैं ना। ഹുസൂറിന്റെ സുന്ദര മുഖം എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഏതുവരെ എന്നാൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു. घर आया രാവിലെ ഉണർന്ന് വീട്ടിൽ വന്നു. किया യാത്രാ ചിലവ് വാങ്ങി കാദ്യാനിലേക്ക് പുറപ്പെട്ടു. वहाँ ठहरा रहा ബയ്യത്ത് ചെയ്തു. 3 ദിവസം അവിടെ താമസിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് बादों മനസ്സിലാകുന്നത്, ഒരുപാട് പേർ को हम देख സ്വപ്നത്തിലൂടെ അള്ളാഹു ബയ്യത്തിൽ പ്രവേശിപ്പിച്ചു. के जरिए लगता है पकड़ के बैत करवाई है। മൗലവി അബ്ദുല്ല സാഹിബ് വിവരിക്കുന്നു, ഞാൻ ബറാഹിനെ അഹമ്മദിയ कि मैंने इब्राहीम अहमदिया 1892-93 വായിച്ചു. 93 എന്റെ പ്രകൃതത്തിൽ വളരെ സ്വാധീനമുളവാക്കി. तो बड़ा असर പിന്നീട് ഞാൻ ഹസ്രത്ത് സാഹിബിന്റെയും രചനകളും മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെ രചനകളും മാറി മാറി പരിശോധിച്ചു. മൗലവി മുഹമ്മദ് ഹുസൈന്റെ തെളിവുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ബലഹീനമാണ്. എന്റെ പ്രകൃതത്തിൽ യാതൊരു വ്യത്യാസവും സൃഷ്ടിച്ചില്ല. साहब के दलाइल ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിന്റെ തെളിവുകൾ ദൃഢമുള്ളതും थे और रूहानी ആത്മീയത വെളിപ്പെടുത്തുന്നതുമായിരുന്നു. दिन ब दिन ദിവസങ്ങൾക്ക് ശേഷം സ്നേഹം വർദ്ധിച്ചു. എന്റെ പ്രകൃതത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചു. ഗവേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സ്വപ്നത്തിന്റെ നിലവാരം ഉയർന്നു വന്നു. 1897 ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം എന്റെ മുന്നിലാണ്. मेरा मुंह मशरिक की तरफ है,
हज़रत अक़दस का चेहरा എന്റെ മുഖം കിഴക്ക് ഭാഗത്തേക്കായിരുന്നു. खलीफतुल मसीह ഹസ്രത്ത് അഖ്ദസിന്റെ മുഖം എന്റെ നേരെയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി ഹസ്രത്ത് സാഹിബിന്റെ വലതുഭാഗത്താണ്. അപ്പോൾ എന്റെ മനസ്സിൽ ഖലീഫ സാനിയുടെ വയസ്സ് 8 or 9 ആയിരുന്നു. खलीफा सानी की तरफ ഹസ്രത്ത് അഖ്ദസ് സാനിയോട് उन्होंने फरमाया ആംഗ്യം കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, जो आगे था वो पैगंबर था, यानी जो ആ അഹമ്മദ് സന്ദേശവാഹകനായിരുന്നില്ല. अതായത് पैगंबर न था। ആദ്യത്തെ അഹമ്മദ് സന്ദേശവാഹകനായിരുന്നില്ല. അതായത് മുമ്പത്തെ അഹമ്മദ് സന്ദേശവാഹകനായിരുന്നു, പക്ഷേ പിന്തുടർന്ന സന്ദേശവാഹകനായിരുന്നില്ല. ആരെയും പിന്തുടരുന്നവനല്ല എന്നതാണ്. पूछा कि वो अहमद ഖലീഫത്തുൽ മസീഹ് സാനിയോട് ചോദിച്ചു, ഇപ്പോഴുള്ള അഹമ്മദ് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ആംഗ്യത്തോടെ പറഞ്ഞു, ആ അഹമ്മദ് താങ്കളാണ്. पैगंबर है, यानी ये अहमद जो है वो इत्तबा में आया है पहले अहमद की। മുത്തബിയായ उसके बाद ആ ദൂതൻ, അതായത് ഈ അഹമ്മദ് മുമ്പത്തെ അഹമ്മദിന്റെ പിന്തുടർച്ചക്കാരനായി വന്നിരിക്കുന്നു. അതിനുശേഷം ബയ്യത്തിനായി കത്തെഴുതി കുറച്ചു ദിവസത്തിനു ശേഷം കാദ്യാനിൽ പോവുകയും കൈകളിൽ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഹസ്രത്ത് നിസാമുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, जनाब सरवर ഹുസൂറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ के लोगों से आया करती थी, यानी അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൂരദേശത്ത് നിന്ന് ഒരുപാട് കത്തുകൾ വരാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞതുപോലെ എന്റെ മസീഹിന് എന്റെ അസ്സലാമു അലൈക്കും എത്തിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൂരദേശത്തിലുള്ളവരിൽ നിന്ന് അധികമായി എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പറയുന്നു, बड़ा എന്നിൽ ചിന്ത ഉണ്ടായിക്കൊണ്ടിരുന്നു. പാർസിയിലാണ് അദ്ദേഹം പറയുന്നു, പീറാനാമേ ബർനന്ത് മുരീദേ നാമേ ബർനന്ത്. പീർ ഉയരില്ല, മറിച്ച് ശിഷ്യരാണ് അദ്ദേഹത്തെ ഉയർത്തുന്നത്. അതായത് അദ്ദേഹത്തിന്റെ, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടല്ല, മറിച്ച് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടം കാരണമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നത്. അവസാനം വളരെ വിഷമത്തോടുകൂടി മസ്ജിദ് അക്സയിൽ ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു സദക്ക് എന്നോളം അദൃശ്യമായ ഒരു നിധി എന്നിൽ തുറന്നു. അത് എഴുതുന്നതിന് ഒരു കടലാസ് ആവശ്യമാണ്. അപ്പോൾ തന്റെ ബൈഅത്ത് ചെയ്തു. ശാന്തിയും സമാധാനവും കൈവന്നു. വിഷമത്തോടെ ദുആ ചെയ്തു. बैत की ना दुआ की, അത് അള്ളാഹു तब अल्लाह ताला ने ऐसा सीना खोला, സമാധാനവും ശാന്തിയും ലഭ്യമാകുന്ന രീതിയിൽ ഹൃദയത്തെ തുറന്നു. ख्यालात से वो फिर ബയ്യത്ത് ചെയ്തു. പൈശാചികമായ ചിന്താഗതി പിന്നീട് മാറുകയുണ്ടായി. हजरत सैयद वलायत शाह साहब ഹസ്രത്ത് സയ്യിദ് വലായത്ത് സാഹിബ് വിവരിക്കുന്നു, 1897 सियालकोट के अमेरिकन मिशन हाई स्कूल की 5वीं ഞാൻ സിയാൽകോട്ടിലെ അമേരിക്കൻ മിഷൻ ഹൈസ്കൂളിൽ 5ാം തരത്തിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന സന്ദർഭം. के उस्ताद की सिफारिश पर ആദ്യം ബോർഡിംഗ് ഹൈസ്കൂളിൽ താമസിച്ചു. പിന്നീട് ഇംഗ്ലീഷ് അധ്യാപകന്റെ ശുപാർശ മൂലം 2 ട്യൂട്ടർമാരെ നിയോഗിച്ചു. ഒന്ന് അഗാ സാഹിബ് താമസ കാര്യത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. गया। हजरत अक़दस मसीह मौद अलैहिस्सलातु ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാദത്തെ സംബന്ധിച്ച് കേട്ടിരുന്നു. वस्सलाम हुआ था, लेकिन चूंकि ये പുരാതന ആചാരങ്ങളിൽ താൽപര്യമില്ലാത്ത കാരണം അന്വേഷണത്തിലേക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. भी तवज्जो न दी, എന്നാൽ ജനങ്ങൾക്കിടയിൽ നിന്ന് മസീഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ കേട്ടിരുന്നു. पेश करते थे कि दिल में नफरत അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹൃദയത്തിൽ വെറുപ്പ് ഉടലെടുത്തുകൊണ്ടിരുന്നു. അത് കേൾക്കുന്നതിലും बाद शहर में ताउन की बात കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നഗരത്തിൽ പ്ലേഗ് പടർന്നു പന്തലിച്ചു. അനേകം പേർ മരണമടയാൻ തുടങ്ങി. ഒരു ദിവസം तो कई जनाजे और अर्थियां गुजर रही ബാസാറിലൂടെ ഒരുപാട് മയ്യത്തുകൾ കടന്നു പോകുന്നത് കണ്ടു. रहे थे। इस इबरतनाक അവരുടെ ബന്ധുക്കൾ ദുഃഖപ്രകടനം നടത്തിക്കൊണ്ടിരുന്നു. कि ये एक मुतअद्दी बीमारी है, ഈ സംഭവങ്ങളിൽ നിന്ന് भी हमला कर दे, और अगर खुदा न खास्ता ഈ പകരുന്ന രോഗം എനിക്കും ബാധിക്കാം എന്ന ചിന്തയുണ്ടായി. खुदा ദൈവവിധിയാൽ മരണം സംഭവിക്കുകയാണെങ്കിൽ का माल पेश करेगा। എന്നെപ്പോലെ നിസ്സഹായനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ എന്ത് നന്മയാണ് കാഴ്ചവെക്കുക? വലിയ നന്മ പോയിട്ട് बस सबब तलावत ना जारी रखने നഗരത്തിലുള്ള പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യാത്തതുകൊണ്ട് മുഴുവൻ മറന്നുപോയിരിക്കുന്നു. അതായത് നന്മ പോയിട്ട് ഖുർആൻ പാരായണമില്ലാത്തത് കൊണ്ട് അതും മറന്നുപോയി. पड़ा नहीं। कहते हैं എന്തെന്നാൽ അതിനുശേഷം വായിച്ചിരുന്നില്ല. क्लास में अव्वल हूँ, लेकिन പറയുന്നു, ഞാൻ ക്ലാസ്സിൽ ഒന്നാമതാണ് എന്നത് ശരിയാണ്. अंग्रेजी और हिसाब वगैरह എന്നാൽ അവിടെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയില്ല. ख्याल से ഇംഗ്ലീഷിലും കണക്കിലും എത്ര മാർക്ക് കരസ്ഥമാക്കിയത് എന്നത് ചോദിക്കുകയില്ല. ഈ ചിന്തയിൽ ഇത്ര ലജ്ജയുണ്ടായി. ഏതുവരെ എന്നാൽ എന്റെ ഹൃദയം പൂർണ്ണ പ്രതിജ്ഞയെടുത്തു. ഖുർആൻ पढ़ा, लेकिन यकीन ആളിൽ നിന്നെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുന്നതാണ്. पढ़ रहा हूँ। ആദ്യം സ്വയം ഖുർആൻ എടുത്തു വായിച്ചു. के बाद सोचा എന്നാൽ किसी मस्जिद के मुल्ला ശരിയാണോ തെറ്റാണോ വായിക്കുന്നത് എന്നതിൽ ഉറപ്പില്ലായിരുന്നു. പിന്നീട് വിചാരിച്ചു വല്ല പള്ളിയിലെ മുല്ലയിൽ നിന്നും പഠിക്കാം. എന്നാൽ ഇത്ര വലുതായിട്ടും ഇതുവരെ ഖുർആൻ വായിക്കാൻ അറിയില്ല എന്ന് ചോദിച്ചാലോ എന്ന कलामुल्लाह का दर्स സംശയമുണ്ടായി. അവസാനം ഒരു പരിഹാരം കണ്ടു. അതായത് എവിടെയെങ്കിലും ഖുർആന്റെ ദർസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഞാനും ഖിറാഅത്ത് കേൾക്കുകയും ഖിറാഅത്തോടുകൂടി തർജ്ജമയും പഠിക്കുന്നതാണ്. इधर उधर से दरिया അവിടെ ഇവിടെയായി ചോദിച്ചതിൽ നിന്ന് മനസ്സിലായി അഹമ്മദിയ മസ്ജിദിലല്ലാതെ മറ്റെവിടെയും തന്നെ ഖുർആന്റെ ദർസ് നടക്കുന്നില്ല. ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു, നല്ലത് ഖുർആൻ കേൾക്കുകയും लिया करूँ। എന്നാൽ അവരുടെ വിശ്വാസങ്ങളിലേക്കും അവരുടെ ദീനിലേക്കും അല്പം പോലും ശ്രദ്ധ ചെലുത്തുന്നതുമല്ല.
ഞാൻ പോകാൻ ആരംഭിച്ചപ്പോൾ साहब ने रोका, ആകാ സാഹിബ് തടഞ്ഞു. പറഞ്ഞു, നീ അവിടെ പോയാൽ നീ തീർച്ചയായും മിർജായി ആകുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് വാക്ക് നൽകി, ഞാൻ മിർജായി ആകുന്നതിന് വേണ്ടിയല്ല പോകുന്നത്, ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹം സമ്മതിച്ചില്ല. ഞാൻ അടുത്ത ദിവസം അവസരം നോക്കി അഹമ്മദിയ മസ്ജിദിലെത്തി. में पहुंच गया। हजरत मीर हामिद शाह साहब मरहूम ഹസരത്ത് മീർ ഹാമിദ് സാഹിബ് ഷാ മർഹൂമായിരുന്നു ആ ദിവസങ്ങളിൽ ദറസ് നൽകിയിരുന്നത്. ഇടതടവില്ലാതെ എല്ലാ ദിവസവും ദറസിൽ പങ്കെടുത്തു. യാഥാർത്ഥ്യങ്ങളും പരിജ്ഞാനങ്ങളും ഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. आकर दर्श देते। ഹസരത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂം अहमदी उस्ताद भी दर्स में കാദ്യാനിൽ നിന്ന് വന്ന് ദറസ് നൽകി. അദ്ദേഹത്തിന്റെ പ്രശസ്തി കാരണം ഞങ്ങളുടെ അനഹമ്മദി ഉസ്താക്കന്മാരും ദറസിൽ ഹാജരായിരുന്നു. कुरान में ही അതായത് मेरे सब शकूक रफा हो गए और मालूम हो गया कि सिलसिला अहमद എന്നെ തബ്ലീഗ് ഒന്നും ചെയ്തിരുന്നില്ല. ഖുർആന്റെ ദറസിൽ തന്നെ എന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. അഹമ്മദിയത്തിന് മേലുള്ള എല്ലാ ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായി. അതിൽ യാതൊരു സത്യവുമില്ല. അവസാനം ഞാൻ അസദ് അക്തത്തിന്റെ സമക്ഷത്തിൽ ബയ്യത്തിനുള്ള കത്തെഴുതി. आ गया കുറച്ചു ദിവസത്തിന് ശേഷം സ്വീകരിച്ചുകൊണ്ടുള്ള അത്ത് വന്നു. कर देना चाहता ഞാൻ സൗഭാഗ്യവാനായിക്കൊണ്ട് അഹമ്മദിയത്തിന്റെ മടിയത്തട്ടിൽ പ്രവേശിച്ചു. शरीफ खानदान ഞാൻ किया നന്ദി സൂചകമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു എന്നെ ഉയർന്ന കുടുംബത്തിൽ ജനിപ്പിച്ചു. फरमाई ഡോക്ടർ എന്ന വിദ്യ കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകി. എന്റെ അധിക ദുആകളും സ്വീകരിക്കുകയുണ്ടായി. जो नेमत എല്ലാ ഉദ്ദേശങ്ങളും പൂർണ്ണമായി. आखिर ज़मान हज़रत मसीह റിസ്ക് തന്നു, സന്താനങ്ങളെ നൽകി. എല്ലാത്തിനേക്കാളും മഹത്തരമായ അനുഗ്രഹം എന്നത് അവസാന കാലഘട്ടത്തിന്റെ ഇമാമായ ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. അങ്ങനെ मिर्ज़ाई हो जाओ। അഹമ്മദിയായി എന്നുള്ള അഭിമാനം കരസ്ഥമായി. ആകാ സാഹിബിന്റെ വാക്ക് സത്യമായി പുലർന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, മിർജായി ആകുന്നതാണ്. പറയുന്നു, അല്ലാഹു താല എന്നെ നേർമാർഗത്തിലൂടെ ചലിപ്പിച്ചു എന്ന കാരണത്താൽ നന്ദിയുള്ളവരാണ്. ഈ ചില സംഭവങ്ങളാണ് ഞാൻ വിവരിച്ചത്. इस वक्त मैं ഈ സമയം ഞാൻ ഒരു കാര്യം കൂടി പറയുന്നതാണ്. ജമാഅത്ത് പുരോഗതിയുടെ പടവുകൾ മറികടക്കുമ്പോൾ रही है, വിദ്വേഷികളും അക്രമികളുടെയും ദുഷ്പ്രവൃത്തികളും വർദ്ധിച്ചു വരുന്നു. गर्मियां भी तेज होती चली जा रही हैं, അവർ വിവിധ രീതികളിലൂടെ ജമാഅത്തിന് നഷ്ടം വരുത്തുന്ന ശ്രമത്തിലാണ്. नुकसान पहुंचाने के दर पर हैं। ചില അവസരങ്ങളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട്, ചിലപ്പോൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അക്രമം നടത്തുന്നു. करते हैं बाज दफा हमदर्द बनकर, ചിലപ്പോൾ സഹാനുഭൂതി കാണിച്ചുകൊണ്ടും അടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഓരോ അഹമ്മദിക്കും इसलिए हर अहमदी ശത്രുവിന്റെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും രക്ഷ പ്രാപിക്കാനായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. बहुत दुआएं करने की जरूरत है। अल्लाहुम्मा इन्ना नजलुका फी नहूरिहिम व नऊज़ु बिका मिन शुरूरिहिम की दुआ। रब्बे कुल्लि शैइन खादिमुका रब्बे फाफज़नी वंसुरनी वरहमनी की दुआ, और इस तरह बाकी दुआएं भी, सबात कदम की दुआ, रब्बाना अफ़रिग़ अलैना सब्रन व सब्बित अक़दामना वंसुरना अलल क़ौमिल काफ़िरीन। ഈ മുഴുവൻ ദുആകളും ദുറൂവെ ഷരീഫ്, അതായത് സലാത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇവ ഒരുപാട് ചെല്ലേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ ശത്രുക്കളുടെ എല്ലാവിധത്തിലുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുമാറാകട്ടെ. महफूज रहें। കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ गुज़श्ता ഏതോ ഒരു വിദ്വേഷവാഹകൻ इसी तरह किसी ഫേസ്ബുക്കിൽ ने फेस ഒരു വശത്ത് ഹസ്രത്ത് ബാബ നാനക്കിന്റെ ചിത്രവും बाबा नानक മറ്റേ വശത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ചിത്രവും നൽകി थी, दूसरी तरफ हज़रत मसीह मौद വളരെയധികം तस्वीर ദൂഷിച്ച വിചാരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് गंदी ഹസ്രത്ത് ബാബ നാനക്കിനെ സംബന്ധിച്ച് യാതൊരു പരിധിയുമില്ലാതെ बाबा नानक के मुतल्लिक़ അങ്ങേയറ്റം തെറ്റായതും ദുഷിച്ചതുമായ വാക്കുകൾ ഉപയോഗിച്ചു. अल्फाज इस्तेमाल किए ചിത്രത്തിന്റെ മുകളിൽ എഴുതിയിരുന്നു. और तस्वीर കൂടാതെ തന്നെ ഗുണനവും രേഖപ്പെടുത്തി. और साथ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് और हज़रत പ്രശംസനീയമായ വാക്കുകൾ എഴുതിക്കൊണ്ട് तारीफी कलमा താരതമ്യപ്പെടുത്തി. फिर मुकाबला भी किया। ഇതാണ് യാഥാർത്ഥ്യം, അതാണ് ഇതാണ് എന്നൊക്കെ. ഈ പ്രവൃത്തിയിലൂടെ അവരുടെ ലക്ഷ്യം അക്രമവും വിദ്വേഷവും സൃഷ്ടിക്കലാണ്. पैदा करना था। ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രകീർത്തനം, तारीफ और मुकाम बताना मकसूद नहीं था, മഹിമ പറയുന്നതല്ല बल्कि അവരെ ലക്ഷ്യം വെച്ചിരുന്നത്, മറിച്ച് സിഖ് സഹോദരങ്ങളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കലായിരുന്നു. और फिर से भी बड़ा जुल्म അതിലും വലിയൊരു അക്രമം അവിടുത്തെ ഒരു പത്രം ഈ കാര്യം പ്രസിദ്ധീകരിച്ചു എന്നതാണ്. कि इस तरह उसने भी शाया कर दिया അതുമൂലം കാദ്യാനിലും പരിസര പ്രദേശങ്ങളിലും और इर्द गिर्द അവിടെ വസിക്കുന്ന സിഖുകളിൽ വിദ്വേഷമുണ്ടാക്കി. बड़ा इश्तिहार എന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായി. बहरहाल അവരുടെ നേതാക്കൾ हुआ। ബുദ്ധിയിലൂടെയും നീതിയിലൂടെയും अकल और इंसाफ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ആവേശത്തെ തണുപ്പിച്ചു. के जज्बात को ठंडा അഹമ്മദികൾ ഇങ്ങനെ ചെയ്യുകയില്ല. ऐसी हरकत नहीं कर ഇത് തീർച്ചയായും ഒരു അക്രമിയുടെ सकते। ये यकीनन അല്ലെങ്കിൽ ദുഷ്കർമ്മിയുടെ പ്രവർത്തനമാണ്. और നമ്മെ തമ്മിലടുപ്പിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. हमें लड़ाने की എനിക്കും കാദ്യാനിലെ ഉയർന്ന സിഖ് കുടുംബത്തിൽ നിന്നുള്ള बात सिख खानदानों के വ്യക്തികളുടെ കത്തുകൾ വന്നിരുന്നു. ध्यान से कि हमें यकीन है ഞങ്ങൾക്ക് ഉറപ്പാണ് അഹമ്മദിയ ജമാഅത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ये मंसूब की गई है, അതായത് इजहार ऐसा लगता വ്യക്തമാകുന്നത്
किसी अहमदी ने लिखा है ഏതു അഹമ്മദി എഴുതി ജമാഅത്ത് പ്രസിദ്ധീകരിച്ചു എന്നാണ്. ജമാഅത്ത് ഇത്ര മോശമായ പ്രവൃത്തി ചെയ്യുകയില്ല. എന്തായാലും बहरहाल അവരുടെ വിവിധ സംഘടനകളും ജമാഅത്തുകളും मुख्तलिफ ഗവൺമെന്റിനോട് मुतालबा किया है ഇത് കണ്ടുപിടിച്ച് അക്രമിക്ക് കഠിന ശിക്ഷ നൽകാൻ ആവശ്യപ്പെട്ടു. तहकीक करवाई जाए और मुजरिम को सख्त सजा दी जाए। അഹമ്മദിയ ജമാഅത്തിന്റെ എപ്പോഴും ഈ രീതിയാണുള്ളത്. ആരുടെയും വികാരത്തെ വെച്ചുകൊണ്ട് കളിക്കുകയില്ല. ऐसे न खेला जाए। മതനേതാക്കൾ ഖുർആനിയ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ മറ്റു ബിംബങ്ങളെ പോലും ചീത്ത പറയുന്നത് बुतों को എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. वाले हैं और फिर അസദ് ബാബ നാനക്കിന്റെ സ്ഥാനം ആദരണീയവും ബഹുമാനാർഹവുമാണ്. ജമാഅത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലുണ്ട്. ഇതിനെ തുറന്ന രീതിയിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം वस्सलाम പ്രകീർത്ത പദങ്ങളിലൂടെ വിവരിച്ചിട്ടുണ്ട്. की कलमात कहे हुए हैं, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ അഹമ്മദി ഇങ്ങനെയുള്ള മോശവും भी नहीं सकता ചീത്തയുമായ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യം ചിന്തിക്കുക പോലുമില്ല. बारे में कहे जाए। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം हज़रत मसीह अलैहिस्सलातु ഹസ്രത്ത് ബാബ നാനക് സാഹിബിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു, साहब के बारे में फरमाया एक जगह ഹസ്രത്ത് ബാബ നാനക്കിൽ നിന്ന് സത്യത്തിന്റെയും സത്യാന്വേഷിയുടെയും ആത്മാവ് നൽകിയത് എപ്പോഴെന്നാൽ പഞ്ചാബിൽ ആത്മീയത നഷ്ടപ്പെട്ടിരുന്നു. पंजाब में रूहानी ഇതിൽ നിന്ന് തെളിയുന്നത് സംശയം വിന ഏകനായ അസ്തിത്വത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന आरिफों में से थे, ദൈവദർശകരിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം. ज़ाते यक्ता की तरफ खींचे। മറ്റൊരു സ്ഥലത്ത് പറയുന്നു, फिर एक जगह आपने फरमाया कि എല്ലാ ദൈവഭക്തരിലും മുസ്ലിങ്ങളിലും നിർബന്ധമാണ് कि उनकी അദ്ദേഹത്തെ, അതായത് ബാബ നാനക്കിനെ ബഹുമാന ദൃഷ്ടിയോടുകൂടി നോക്കുക, निगाह से പരിശുദ്ധ ജമാഅത്തിന്റെ അംഗമായി കണക്കാക്കുക. വീണ്ടും പറയുന്നു, फिर फरमाया ഏതൊരു സേവനത്തിനായാണ് നാം നിലനിൽക്കുന്നത് ആ സത്യസന്ധമായ വെളിച്ചത്തെ പരത്തുന്നതിനായി ബാബാ സാഹിബ് സഹായിച്ചു എന്ന കാര്യം हम खिदमत में സാക്ഷ്യം വഹിക്കേണ്ടതാണ്. नाम അതിന് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ സംശയം വിന നാം നന്ദിയില്ലാത്തവരായി തീരുന്നതാണ്. ठहरेंगे। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം बस हज़रत मसीह अलैहिस्सलातु वस्सलाम തന്റെ ജോലിയെ ഹസ്രത്ത് ബാബ നാനക്കിന്റെ ജോലിയുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. काम को एक तरह का करार दिया है। അതിനാൽ ഹസ്രത്ത് बदबख्त है वो ബാബ जो हज़रत നാനക്കിനെതിരായി മോശവാക്കുകൾ പ്രയോഗിക്കുന്നവൻ വിഡ്ഢിയാണ്. अल्फाज इस्तेमाल करे। മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, आते हैं एक जगह നമ്മുടെ നീതി നമ്മെ നിർബന്ധിക്കുന്നത് हमें इस बात के लिए मजबूर അള്ളാഹു തന്റെ കരങ്ങളാൽ പ്രകാശത്തിലേക്ക് വലിച്ചെടുപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദാസരിൽ ബാബ നാനക്കും അംഗമാണ് എന്ന കാര്യത്തിൽ സാക്ഷ്യം വഹിക്കൂ എന്നതാണ്. से नूर की तरफ खींचा है। അദ്ദേഹം വീണ്ടും പറയുന്നു, फिर आप फरमाते ഞാൻ സിഖ് സഹോദരങ്ങളുമായി ഈ കാര്യത്തിൽ ശരിവെക്കുന്നു. ബാബ നാനക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരിൽപ്പെട്ടയാളാകുന്നു. फूल बंदों में से പറയുന്നു, ഈ വിളംബരം ജമാഅത്ത് അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. जमात की तरफ से शाया भी हुआ है। ബാബ നാനക് സാഹിബ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസരിൽപ്പെട്ടയാളാണ്. मकबूल बंदों में से थे। അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുള്ള ആളുകളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. बरकतें नाजिल हो ദൈവകരങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. हाथ से साफ किए जाते हैं। मैं उन लोगों को शरीर और ഞാൻ ഈ മഹത് വ്യക്തികളെ മ്ലേച്ഛവും മോശവുമായ വാക്കുകളാൽ സ്മരിക്കുന്നവരെ വൃത്തികെട്ടവരും ദുഷിച്ചവരുമായി കണക്കാക്കുന്നു. याद करें। രാജാ രാമചന്ദ്രൻ, राजा राम കൃഷ്ണൻ जी എല്ലാവരും ദൈവത്തിൽ നിന്ന് ആഗതരായിട്ടുള്ള പരിശുദ്ധ വ്യക്തികളാകുന്നു. तरफ से भेजे गए मुकद्दस वजूद हैं। ഈ ചിത്രം ആരാണ് ഉണ്ടാക്കിയത്? जिसने അക്രമത്തിനും तस्वीर जिसने बनाई ലഹളകൾക്കും വേണ്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. आने की गरज से किया सब कुछ। കാദ്യാനിലെ ജമാഅത്ത് वहाँ कादियान ഇത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. की पुरजोर तरदीद अखबारों में യാഥാർത്ഥ്യവും ഇതുതന്നെയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഉദ്ധരണിയിൽ നിന്ന് വ്യക്തമാകുന്നതും ഇതുതന്നെയാണ്. शाम के इक़्तिबासात से जाहिर होता है। നമ്മുടെ വീക്ഷണത്തിൽ ഹസ്രത്ത് ബാബ നാനക്കിന്റെ സ്ഥാനം हज़रत बाबा नानक का मुकाम बहुत बुलंद है। വളരെ ഉയർന്നതാണ്. നാം അദ്ദേഹത്തെ ബഹുമാനത്തിന്റെയും तो एहतराम की नजर से देख മഹത്വത്തിന്റെയും ദൃഷ്ടിയിലൂടെയാണ് നോക്കിക്കാണുന്നത്. അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും കാദ്യാനിനെയും അതിന്റെ അന്തരീക്ഷത്തെയും സംരക്ഷിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ലക്ഷ്യവും പരാജിതവുമാക്കി തീർക്കട്ടെ. ഈ സമയം ഞാൻ इस वक्त मैं ചില വഫാത്തായവരെ സംബന്ധിച്ചും പറയുന്നതാണ്. शुद्धान का भी जिक्र ജുമാ നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ നമസ്കാരവും നിർവഹിക്കുന്നതാണ്. के बाद पढ़ाऊंगा। ആദ്യത്തെ ജനാസ उससे पहले ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് സാബ് ഭട്ട് സാഹിബിന്റേതാണ്. 2012 जो 6 ഒക്ടോബർ 6 65-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. आ गए इन्होंने മുബിലേക്കായിരുന്നു, മൂസിയുമായിരുന്നു. लगे सिलसिला थे അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം और उनकी नमाज जनाजा സദർ അഞ്ജുമൻ അഹമ്മദിയയിൽ നിർവഹിക്കപ്പെട്ടു. सदर अंजुमन अहमदिया में अदा की गई।
മരുന്നിന്റെ തെറ്റായ ഉപയോഗം കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് ബാധിക്കുകയും വഫാത്തിന് കാരണമാകുകയും ചെയ്തു. और उनकी वफात हो गई। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആരോഗ്യവാനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് का नाम गुलाम मोहम्मद कश्मीरी था। ഗുലാം മുഹമ്മദ് കശ്മീരി എന്നായിരുന്നു. उन्हें ये അദ്ദേഹം ഗുജറാത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. बचपन से ही उनके वालिद नमाज ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് നമസ്കാരശീലമുള്ള വ്യക്തിയായിരുന്നു. ഈ കാരണത്താൽ തന്റെ നാട്ടിൽ മൗലവി എന്ന് വിളിക്കപ്പെട്ടു. अपने इलाके 1930 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1930 में उन्होंने बैत की थी ബയ്യത്ത് ചെയ്തപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. कि अहलिया इनको छोड़ के चली गई। അനഹമ്മദിയായ ഒരു പരിചയക്കാരി അവരോട് ചോദിച്ചു, അഹമ്മദിയായിക്കൊണ്ട് നമസ്കരിക്കുന്നത് അദ്ദേഹം ഉപേക്ഷിച്ചോ? छोड़ दी अहमदी होके। അദ്ദേഹത്തിന്റെ ഭാര്യ इनकी बीवी ने റസാഖ് ഭട്ട് സാഹിബിന്റെ മാതാവ് പറഞ്ഞു, മുമ്പത്തേക്കാൾ ഉപരിയായി നിർവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് കാഫിറായതെന്ന് അവർ ചോദിച്ചു. बहरहाल എന്തായാലും അവർ തിരിച്ചു വന്നു. സ്വാത്വിക ആയിരുന്നു. अब्दुल रज़ाक भट्ट साहब അബ്ദുൾ റസാഖ് ഭട്ട് സാഹിബ് പ്രാഥമിക വിദ്യാഭ്യാസം ഗുജറാത്തിലെ ആലംഗട്ടിൽ നിന്ന് കരസ്ഥമാക്കി. 1971 ജാമ്യയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മുറബിയായി പാകിസ്ഥാനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. फिर അതിനുശേഷം 1975 1975 ഘാനയിൽ അദ്ദേഹത്തിന്റെ നിയമനമുണ്ടായി. में ये അവിടെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനം നിർവഹിച്ചു. 1979 മുതൽ 89 വരെ 1979 മുതൽ 89 വരെ അഹമ്മദിയ മിഷൻ ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിക്കുവാൻ തൗഫീക്ക് ലഭിച്ചു. അതിനുശേഷം 89 പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു. പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും മുറബിയായി സേവനമനുഷ്ഠിച്ചു. ഇസ്ലാഹ് ഇർഷാദ് മർക്കസിയുടെ കീഴിൽ നവ അഹമ്മദികളുടെ ശിക്ഷണ കാര്യത്തിലും സേവനമനുഷ്ഠിക്കാൻ തൗഫീക്ക് ലഭിച്ചു. ഇസ്ലാഹ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. ഇസ്ലാഹ് കമ്മിറ്റിയിലും വിജയം കൈവച്ചിരുന്നു. മനസ്സിലാക്കുന്നതിലും പറയുന്നതിലും कामयाब थे। അതിന്റെ ശൈലി വളരെ മനോഹരമായിരുന്നു. सूरत था इनका। इनके ഇദ്ദേഹത്തിന്റെ ഭാര്യ अहलिया के भाई സഹോദരൻ मुबारक ताहिर साहब മുബാറക് താഹിർ സാഹിബ് നുസ്രത് ജഹാൻ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹം എഴുതുന്നു, निजामतुल नूर തന്റെ സഹോദരി അമത്തുന്നൂർ താഹിറ സാഹിബുമായി का रिश्ता आया। ഭട്ട് സാഹിബിന്റെ വിവാഹബന്ധം വന്നപ്പോൾ എന്റെ പിതാമഹൻ ഹസ്രത്ത് മൗലാന മുനവർ സാഹിബും बशरीन അപ്പോൾ के साहब होते थे। ഖദീഖത്തുൽ മുബഷിറിന്റെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുബാറക് സാഹിബിനോട് इनका फील्ड में ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞു. तो शेख साहब ने बताया कि अच्छा काम कर रहे हैं। അദ്ദേഹം इनकी रिपोर्ट ഇദ്ദേഹത്തിന്റെ ജോലി എങ്ങനെയാണെന്ന് ചോദിച്ചു. ഷെയ്ഖ് സാഹിബ് പറഞ്ഞു, വളരെ നല്ല രീതിയിൽ നിർവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സന്തോഷമുളവാക്കുന്നതും തൃപ്തികരവുമാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, है गाना में रहा हूँ। പിതാവ് ഈ വിവാഹം ബന്ധം നിശ്ചയിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, ഖാനയിൽ ജോലിക്കാര്യത്തിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇത്ര നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിരുന്നത്. ഖാനയിൽ ഇദ്ദേഹം बीवी बच्चों से ജോലി ചെയ്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചുരുക്കം പേർ മാത്രമേ ഇത്ര നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. टीवी पे खुद सुनते थे ഭാര്യ മക്കളോട് के साथ സുഹൃത്ത് ബന്ധമായിരുന്നു. और वालदा की खिदमत ജുമാ ദിവസം എല്ലാ പെൺകുട്ടികളെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒരുമിച്ചിരുന്ന് देते थे। കുതുബ കേൾക്കുകയും ചെയ്തിരുന്നു. മാതാവിനെ അധികമായി സേവിച്ചിരുന്നു. തന്റെ വിജയത്തിന്റെ പിന്നിൽ മാതാവായിരുന്നു എന്ന് എപ്പോഴും പറയുമായിരുന്നു. തന്റെ സന്താനങ്ങളെയും എപ്പോഴും നമസ്കാരത്തിലേക്കും ദുആയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. നമസ്കരിക്കുന്ന സന്താനങ്ങളെ बच्चियां इनकी മറ്റുള്ളവരെക്കാൾ അധിക സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. हमेशा यही जवाब दिया उन्होंने। ഇദ്ദേഹത്തിന് 5-6 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. മകളുടെ വിവാഹാലോചന വന്നപ്പോൾ ആരാണ് ഈ കൂട്ടർ എന്ന് ചോദിച്ചതിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. को देखते हैं ഭൗതിക കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നവർക്ക് ഇതിലൊരു പാഠമുണ്ട്. എപ്പോഴും പറയാറുള്ളത്, और चंदे देते പയ്യൻ നമസ്കാരശീലമുള്ളവനും ചന്ത നൽകുന്നവനുമാണ്. പിന്നെ എന്താണ് വേണ്ടത്? हैं कि अगर मेरी ഇതും പറയുമായിരുന്നു, തന്റെ മകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഐശ്വര്യം വന്നു നിറയുന്നതാണ്. ഇല്ലെങ്കിൽ में ना हुआ ഒരുപാട് പെൺകുട്ടികൾ സന്തുഷ്ട വീടുകളെ പോലും ശൂന്യമാക്കുന്നു. भरे हुए घर भी खाली कर देती हैं। ഖിലാഫത്തിനോട് ആത്മാർത്ഥ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന് ചില കാരണങ്ങളാൽ ജമാഅത്ത് ശിക്ഷ और നൽകുകയുണ്ടായി. तक उसकी അക്കാലം അത്രയും അവനോട് അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. പറയുമായിരുന്നു, कहते थे कि जो കാലത്തിന്റെ ഖലീഫയുടെ നീരസത്തിന് പാത്രമായ ഒരാളോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇവിടെ 2009 വന്നിരുന്നു. തന്റെ മകനെ ശിക്ഷിച്ചതായി പറയുകയോ സൂചനയോടുകൂടി സംസാരിക്കുകയോ പോലും ചെയ്തില്ല. रतन भी അവനോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ അത് ശരിയാണ് തെറ്റാണ് എന്നും പറഞ്ഞില്ല. क्या എന്നാൽ പറഞ്ഞത് ദുആ ചെയ്യുക, അള്ളാഹു അവന് ബുദ്ധി നൽകട്ടെ എന്നാണ്. यही कहा कि दुआ करें। എപ്പോഴും ജമാഅത്ത് വ്യവസ്ഥിതിയോട് ചേർന്ന് ഖിലാഫത്തിനോട് ബന്ധപ്പെട്ടിരിക്കാൻ സന്താനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. कि पाबंद रहे और उन बच्चों को इसी की तिलकीन करते रहे। കുത്തുബ കേൾക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഉച്ച ഉണ്ടാക്കിയാൽ അതിനെ മോശമായി കണക്കാക്കിയിരുന്നു. तो बच्चा इस दौरान में शोर भी करता तो बड़ा बुरा मनाते।
രോഗാവസ്ഥയിലും അദ്ദേഹം അവധി എടുത്തിരുന്നില്ല. की हालत में भी അവധിയെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ പറയും ഓഫീസിൽ പോയാൽ ശരിയാകുമെന്നായിരുന്നു മറുപടി. तो जाऊंगा तो ठीक हो जाऊंगा, മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവധിയെ സംബന്ധിച്ച് പറഞ്ഞാൽ कुछ छुट्टियां हैं सैर पे ले जाएं, പറയും എന്റെ മുഴുവൻ ജീവിതവും ജമാഅത്തിനായി വഖഫ് ചെയ്തു എന്നായിരുന്നു. मेरी तो सारी जिंदगी वक्फ है जमात के लिए। ഈ വാക്കുകൾ തീർച്ചയായും സാധാരണ വാക്കുകളായിരുന്നില്ല, जिक्र उनका മറിച്ച് ഓരോ നിമിഷവും ജമാഅത്തിന്റെ സേവനത്തിനായി അർപ്പിച്ചിരുന്നു. जमात അത് ചെയ്തു കാണിക്കുകയും ചെയ്തു. और इसको करके भी दिखाया। ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിച്ച കാര്യം പറഞ്ഞിരുന്നു. ആഫ്രിക്കയിൽ അന്നത്തെ സാഹചര്യം उनके साथ में रहा हूँ, ഇന്നത്തെ പോലെ ആയിരുന്നില്ല. उस वक्त के हालात जो थे വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. എന്നാൽ വളരെ സന്തോഷത്തോടെ തന്റെ നാളുകൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. दिन गुजारे, രോഗങ്ങൾ ഒരുപാട് പിടിപെട്ടു. बीमार बहुत ज्यादा हो, മലേറിയ വന്നു. ആശുപത്രിയിൽ പ്രവേശിച്ചു. अस्पतालों में എപ്പോഴാണ് സുഖം പ്രാപിക്കുന്നത് ഉടൻ തന്നെ തന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. काम शुरू कर देते। അവിടെ ആഫ്രിക്കയിലെ ജനങ്ങളോടുള്ള സ്നേഹ ആദരവ് കാരണത്താൽ ആകർഷിതരായിരുന്നു. और प्यार की वजह से इनके लोग बहुत कायल थे। ഞാൻ എപ്പോഴാണ് അവിടെ പോയത്, मैं भी जब ആദ്യം वहाँ അദ്ദേഹം पहले वहाँ, മിഷണറി ആയിരുന്നു. उसके बाद ये പിന്നെ അദ്ദേഹം ഒരുപാട് വസ്തുക്കളെ സംബന്ധിച്ചും കാര്യങ്ങളെക്കുറിച്ച് പറയുകയും മനസ്സിലാക്കി തരികയും ചെയ്തു. चीजों के बारे में എന്നെ വളരെയധികം സഹായിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് സ്നേഹനിബിഡമായ ബന്ധം കാണിക്കുമാറാക്കട്ടെ. उनसे प्यार और मोहब्बत का सलूक അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുമാറാക്കട്ടെ. करते हैं और തന്റെ नाज़िल फरमाए പ്രിയപ്പെട്ടവരിൽ സ്ഥാനം നൽകുമാറാകട്ടെ. दे। അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ക്ഷമയും സഹനവും കാരുണ്യവും ചൊരിയുമാറാക്കട്ടെ. सब्र और हौसला और हिम्मत अता फरमाए। ഒരു മകൾ एक बेटी ചെറലൂണിലെ മുബല്ലിഗിന്റെ ഭാര്യയാണ്. सेरेलियन में അത് കാരണം ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അള്ളാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും പ്രദാനം ചെയ്യട്ടെ. उनको सब्र और हिम्मत और हौसला अता രണ്ടാമത്തെ ജനാസ ഞാൻ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫമീദ മുനീറ സാഹിബിയുടേതാണ്. डॉक्टर फमीदा मुनीर साहब 75-ാമത്തെ വയസ്സിൽ 2002 ഒക്ടോബർ മാസം 8-ാം തീയതി കാനഡയിൽ വെച്ച് വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1964 ലാഹോറിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ചെയ്തു. फातिमा जना मेडिकल कॉलेज लाहौर से ഹൗസ് ജോബിന് ശേഷം ഉയർച്ച കൈവരിച്ചതിന് ശേഷം ഫസിലെ ഉമർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിന്റെ अस्पताल रबा में ആവശ്യകത മൂലം റബുയിലേക്ക് പോയി. वहाँ चली गई, 1965 മുതൽ ഫസിലെ ഉമർ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ചു. ज्वाइन कर लिया। വളരെ ദീർഘമായ സേവനമാണ് ഇവർ बड़ी लंबी നടത്തിയിരുന്നത്. इनका खिदमत का अरसा है। ഇവരുടെ സേവന സംഭവങ്ങൾ വിവരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഖുതുബ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. खुतबा शायद चाहिए होगा, बल्कि इससे भी ज्यादा। ഒരുപക്ഷെ അതിലും കൂടാം. 1964 में 1964 ലാഹോറിലെ HCN ഹോസ്പിറ്റലിൽ നിന്ന് लाहौर ഹൗസ് ജോബ് ചെയ്യുകയും ഈ അവസരത്തിൽ ലണ്ടനിൽ ജോലിക്കായി അപേക്ഷ നൽകുകയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ടിക്കറ്റിന്റെ സംവിധാനവും ശരിയായി. ലണ്ടനിൽ പോവാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായി. अगले दिन अल्फा അടുത്ത ദിവസം അൽഫസൽ വീട്ടിൽ വന്നു. അതിലെ ഫസലെ ഉമർ ഹോസ്പിറ്റലിലേക്ക് ഒരു ലേഡി ഡോക്ടറിനെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കാണാനിടയായി. അതോടൊപ്പം അസദ് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സന്ദേശവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അഹമ്മദി का इंतजाम कर ലേഡി ഡോക്ടറെ ലഭിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ഡോക്ടർക്കുള്ള ഏർപ്പാട് ഫസിലെ ഉമർ ഹോസ്പിറ്റലിൽ ചെയ്തുകൊള്ളുക. कोशिश की और ഇവർ ലണ്ടനിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തു. വീട്ടിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് കൂടി 10 സഹോദരീ സഹോദരന്മാരായിരുന്നു. പിതാവ് സെക്ഷൻ ഓഫീസറായിരുന്നിട്ട് കൂടി വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. പിതാവ് കടം വാങ്ങിയാണ് ഇവരെ MBBS പഠിപ്പിച്ചത്. ഈ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും कर दी, अपने അതേ ദിവസം തന്നെ ലാഹോറിൽ നിന്ന് റബുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി. इजाजत तलब की। ഏത് ഹോസ്പിറ്റലിലാണ് ഹൗസ് ജോബ് ചെയ്തിരുന്നത് അവിടുത്തെ MS-നോട് അനുവാദം ചോദിച്ചപ്പോൾ MS ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പോകുന്നത്, ने बताया നിനക്ക് എത്ര ശമ്പളമാണ് ലഭിക്കുക? माहवारा ഡോക്ടർ ഫമീദ സാഹിബ് പറഞ്ഞു, മാസം തോറും ഏകദേശം 200-300 രൂപ വരെ ലഭിക്കുന്നതാണ്. MS പറഞ്ഞു, ഞാൻ നിനക്ക് 550 രൂപ വരെ ലഭിക്കുന്ന സംവിധാനം ഒരുക്കാം. ലാഹോറെ വിട്ടു പോകരുത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഈ ഹൗസ് ജോബുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. पास तो इंग्लैंड का एम्प्लॉयमेंट वॉचर भी അവർ ഇത് സ്വീകരിച്ചില്ല. है और वहाँ दाखिला भी हो ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല പോകുന്നത്. എന്റെ കൈവശം ലണ്ടനിലുള്ള അഡ്മിഷനും ടിക്കറ്റിനുള്ള സംവിധാനവും ആയതാണ്. എന്നാൽ ഇത് മുഴുവനും ഉപേക്ഷിച്ചാണ് ഞാൻ റബുവിലേക്ക് പോകുന്നത്. അപ്പോൾ MS പറഞ്ഞു, താങ്കൾ വളരെ ശ്രേഷ്ഠയായ സ്ത്രീയാകുന്നു. ജമാഅത്തിനായി തന്റെ ഭാവിയെ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തിയിരിക്കുന്നു. MS അവർക്ക് മികവുറ്റ ഹൗസ് ജോബ് സംബന്ധമായ സർട്ടിഫിക്കറ്റ് നൽകി. 1964 അവർ റബുവിൽ വന്നു. 1984 വരെ ഫസിലെ ഉമർ ഹോസ്പിറ്റലിൽ ലേഡി ഡോക്ടറായി സേവനം ചെയ്യുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. डॉक्टर कोई नहीं थी, ആ കാലഘട്ടത്തിൽ റബുബയിൽ ലേഡി ഡോക്ടറായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ സമീപ പ്രദേശങ്ങളിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വലിയ जमाने में ഭാഗമായിരുന്നു അവർ ഒറ്റയ്ക്ക് ആ കാലഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്നത്. രാത്രിയിൽ
कोई मरीज ശിശിരമായാലും വേനലായാലും छोड़कर 2 മണിക്കാണ് രോഗി വരുന്നതെങ്കിൽ കിടക്ക ഉപേക്ഷിച്ച് രോഗിയെ ശുശ്രൂഷിക്കാനായി പോകുമായിരുന്നു. होता है कि ഇവരെ സംബന്ധിച്ച് പറയുന്നു, വലീമ ദിവസം दुल्हन के സ്റ്റേജിൽ മണവാട്ടിയായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് अपने उसी लिबास में എമർജൻസിയാണ് എന്ന് പറഞ്ഞ് വിളി വന്നു. അതേ വസ്ത്രത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. उनके बगैर ही അതിഥികൾ അവരെ കൂടാതെ ഭക്ഷണം കഴിച്ചു. बहरहाल ये എന്ന് തന്നെയായാലും और वक्त की रूह के ഇവർ ത്യാഗത്തിന്റെ ഉന്നത നിലവാരത്തോടുകൂടി തന്റെ വഖഫിന്റെ കടമ നിർവഹിച്ചു. अल्लाह ताला बाकी वक्त അല്ലാഹു താല मुस्लिमों മറ്റു വാക്ഫീനുകൾക്കും തങ്ങളുടെ കടമ നിറവേറ്റുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ദരിദ്രരെ വളരെയധികം സഹായിച്ചിരുന്നു, किया करती थी സൗജന്യമായി ചികിത്സിച്ചിരുന്നു. वहाँ इलाके ആ പ്രദേശത്തെ രീതിയാണ് കള്ളം പറഞ്ഞുകൊണ്ട് തന്റെ പ്രയാസത്തെ അവതരിപ്പിക്കുക എന്നത്. मुश्किल बयान അവർ करते हैं लोग സത്യമാണോ അസത്യമാണോ എന്ന് അന്വേഷിക്കാതെ ആളുകൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് സൗജന്യമായി അവരെ ചികിത്സിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. आज भी किया और साथ दवाइयां भी देती हैं അവരുടെ ഭർത്താവ് പറയുന്നു, ചില അവസരങ്ങളിൽ രാത്രിയിൽ അവർ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വരുന്നത് गुजारती थी और सुबह मियाँ काम पे जा रहे ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും. वापस आ रही होती थी ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് सालिस ने പർദയുടെ ഉദാഹരണത്തിനായി ഇവരെക്കുറിച്ച് മജ്ലിസ് ശൂറയിൽ പറയുകയുണ്ടായി. मजलिस शूरा में പർദയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണമെങ്കിൽ ഇവരെ കണ്ടു പഠിക്കുക. वीजा सीखें ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും ഇവരെ സംബന്ധിച്ച് വളരെയധികം ത്യാഗം ചെയ്യുന്ന വനിതയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. बड़ी कुर्बानी करने वाली വളരെ കുറച്ച് ആളുകൾക്കാണ് ഇത്തരം സൗഭാഗ്യം ലഭിക്കുന്നത്. लोगों को ऐसी सादत नसीब होती है 1964 ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിച്ചപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനിയെ സന്ദർശിക്കാനായി പോകുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹത്തോട് അമത്തുൽ മത്തീൻ സാഹിബ് പറയുകയുണ്ടായി, ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ പുതിയ ലേഡി ഡോക്ടർ വന്നിട്ടുണ്ട്. तो उसको फसान ഖലീഫ സാനി उടൻ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയുണ്ടായി. ने कहा और उनको बड़ी दुआ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സന്ദർശന വേളയിൽ एक दफा इन्होंने उसकी मुझे साल ഇത്തികാഫിനായുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. तकाफ बैठना चाहते അപ്പോൾ ഹുസൂർ പറഞ്ഞു, तो उन्होंने എന്റെ രോഗികളെ പരിചരിക്കുക, ഞാൻ നിങ്ങൾക്കായി ഒരുപാട് ദുആ ചെയ്യുന്നതാണ്. ये बहुत दुआएं करूंगा നിങ്ങൾക്കുള്ള ഇത്തികാഫ് ഇതാണ്. ഖിലാഫത്തുമായി खिलाफ ദൃഢമായ ബന്ധമായിരുന്നു. കൂടാതെ വളരെ ധീര വനിതയായിരുന്നു. बा हौसला खातून थी ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ലാക്ക് शायरी भी बहुत ഇവരുടെ കവിതകൾ വളരെ പ്രിയങ്കരമായിരുന്നു. ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, ഒരു കവയത്രി കൂടിയായിരുന്നു. നല്ലൊരു കവിയത്രിയായിരുന്നു. भी थी और पुख्तगी भी थी दिली जज्बात भी थे ഇവരുടെ 7 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. चुके हैं ഒരു ദിവസം ഹിജറത്തിന് ശേഷം ഖലീഫത്തുൽ മസീഹ് റാബി ഇവിടെ വന്നപ്പോൾ जब यहाँ आए ഒരു കവിത എഴുതി അയക്കുകയുണ്ടായി. एक शेर लिख के भेज അതിലെ अपनी नज़म भेजी അതിലെ 2 വരി, ഒരുപാട് നാളായി വീട് പൂട്ടി കിടക്കുകയാണ്, पड़ा है मुद्दत से തന്റെ വീട്ടിലേക്ക് വരാൻ അവനോട് പറയുക. ഹുസൂർ റഹ്മുല്ല വരികളെ വളരെയധികം പ്രശംസിച്ചു. പറഞ്ഞു, ഡോക്ടർ फिर फरमाया इस ഫഹമീദയുടെ का ये നിഷ്കളങ്കമായ ഈ വഴക്ക് പറച്ചിലും से डांटना मुझे बड़ा എനിക്ക് വളരെ ഇഷ്ടമായി. ഇവർ തന്റെ സന്താനങ്ങളോടും സഹോദരങ്ങളോടും പറയുമായിരുന്നു, ഭൂമിയിൽ അന്തസ്സ് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖിലാഫത്തുമായുള്ള ബന്ധത്തിൽ തന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക. को इस राह में मिटा दो ഡോക്ടർ നുസ്രത്ത് ജഹാൻ സാഹിബ ഇപ്പോഴത്തെ ഫസലെ ഉമർ ഹോസ്പിറ്റലിലെ ഇൻചാർജാണ്. പറയുന്നു, वो कहती हैं ഇവർ സഹനശീലമുള്ളവരും मुतहम्मिल मिजाज और തൽസ്വഭാവമായ ഒരു ഡോക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രതികൂല സാഹചര്യമായിരുന്നു, से सहूलतें भी मौजूद സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്നിട്ടുകൂടി കഠിനാധ്വാനത്തോടും താൽപര്യത്തോടും കൂടി പ്രവർത്തിച്ചിരുന്നു. തന്റെ ജോലിയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. सलूक था രോഗികളുമായി വളരെ അധികം സ്നേഹത്തോടുകൂടി വർത്തിച്ചിരുന്നു. രോഗികൾ ഇന്നും അവരെ സ്മരിക്കുന്നു. ഇപ്പോഴുള്ള നുസ്രത്ത് സാഹിബയും വഖഫിന്റെ ताकि फजल से ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവരുടെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഫസലെ ഉമർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് നികത്തുമാറാക്കട്ടെ. കുറച്ച് ഡോക്ടർമാർ അവിടെയുണ്ട്, അവരുടെ കരങ്ങളിൽ അള്ളാഹു ശിഫ വെക്കുമാറാക്കട്ടെ. അവർക്ക് ധൈര്യവും നൽകുമാറാക്കട്ടെ. നുസ്രത്ത് ജഹാൻ സാഹിബയ്ക്കും ദുആക്ക് ആവശ്യക്കാരിയാണ്. इन्होंने ഒരിക്കൽ एक दफा അവിടെ കവിതാ രചനാ മത്സരം നടക്കുകയുണ്ടായി. का एक मिसरा അതിൽ പേരും വിലാസവും രേഖപ്പെടുത്തണമായിരുന്നു. पता वगैरह भी लिखना था വളരെ വിനീതവത്സിയായ സ്ത്രീയായിരുന്നു അവർ. काफी അവസാനം उन्होंने उसके
പേര് വിലാസത്തിന്റെ സ്ഥലത്ത് എഴുതി नाम पते की जगह पे സൃഷ്ടി സേവനം, എഴുതൽ, എഴുതിപ്പിക്കൽ, വീട്ടുജോലി, ശുഭപര്യവസാനത്തിന് ദുആയോടുകൂടി. सिर्फ अल्फाज ही नहीं, ഇത് വെറും വാക്കുകളല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിസ്വാർത്ഥമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ത്രീയായിരുന്നു. नफ्स खिदमत की इन्होंने, തന്റെ ജീവിതത്തിൽ തന്നെ ഇവർ തന്റെ ജീവിത സാരമാണ് പറഞ്ഞിരിക്കുന്നത്. ऐसा इन्होंने बयान किया। തീർച്ചയായും ഒരു വലിയ സൃഷ്ടി സേവികയായിരുന്നു. ये खिदमत വീട്ടുകാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു. और घरेलू പരലോക ചിന്തയുള്ള സ്ത്രീയായിരുന്നു. വലിയ പ്രയോജനകാരിയും സഹായിയുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ അവസാനം ഹൈറോടുകൂടിയാണ് സംഭവിച്ചത്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും हदीस के मुताबिक പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതായാൽ അവരുടെ മേൽ സ്വർഗം നിർബന്ധിതമാകുന്നതാണ്. ഇവരും और ये उन्हीं लोगों അവരിൽപ്പെട്ട ഒരാളാണ്. അല്ലാഹു താല അവരുടെ പദവി ഉയർത്തുമാറാക്കട്ടെ. അവരുടെ സന്താനങ്ങൾക്കും ഈ നന്മകൾ ആവർത്തിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ഭർത്താവിന് സഹനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ. को हौसला अता फरमाए। മൂന്നാമത്തെ ജനാസ ജുമാക്ക് ശേഷം ഞാൻ നിർവഹിക്കുന്നതാണ്. ഇത് നാസറ ബിന്ത് ഷരീഫ് സാഹിബയുടേതാണ്. बात वो नास ഡോക്ടർ ആക്കിൽ മുഹമ്മദ് അബ്ദുൽ ഖാദിർ സാഹിബ് ഷഹീദിന്റെ പത്നിയാണ്. ഹൈദരാബാദുകാരാണ്. ഇപ്പോൾ നോർവേയിലാണ്. हैदराबाद 2012 സെപ്റ്റംബർ 22 തീയതി വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. उनकी वफात हुई। इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। ഇവരുടെ മാതാവ് ഫാത്തിമ ജമീല സാഹിബ ഹസ്രത്ത് സയ്യിദ് സാറ സാഹിബയുടെ हज़रत सैयद ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനിയുടെ പത്നിയാണ്. और हज़रत खलीफुल അവരുടെ അമ്മായിയുടെ മകളാണ്. मसीह बहन ഇവരുടെ പിതാവ് മുഹമ്മദ് ഷരീഫ് സാഹിബ് മർഹൂം. मुकरम मोहम्मद ज़रीफ साहब मरहूम അദ്ദേഹത്തിന് 13ാമത്തെ വയസ്സിൽ അഹമ്മദ് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇത് കാരണം ചെറുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയുണ്ടായി. ने और सोबतें बर्दाश्त करनी पड़ी। മർഹൂമയുടെ വിവാഹം ഡോക്ടർ അക്കീൽ മുഹമ്മദ് സാഹിബുമായി 1949 നടന്നു. ഇദ്ദേഹം ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ സഹാബി പ്രൊഫസർ അബ്ദുൽ ഖാദിർ സാഹിബിന്റെ മകനായിരുന്നു. बेटे थे ഈ സഹാബി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പത്നിയായ സയ്യിദ സാറാ ബേഗം സാഹിബയുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. सानी के बड़े भाई थे। മർഹൂമ അതിസൽക്കാര പ്രിയയായിരുന്നു. बाज खातून थी। തന്റെ ഭർത്താവ് ഡോക്ടർ ഹക്കീൽ മുഹമ്മദ് ഖാദിർ സാഹിബിന്റെ അടുത്ത് വരുന്ന എണ്ണമറ്റ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും और मेहमान ആർദ്രവമായി സ്വീകരിച്ചു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും തഹജ്ജുദും നിർവഹിച്ചിരുന്നു. ദീനീ സേവകയായിരുന്നു. പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമയും ദരിദ്രരോട് സഹാനുഭൂതിയുമുള്ള സ്ത്രീയായിരുന്നു. കുടുംബവും മാഷാ അല്ലാ ആവശ്യക്കാരെ സഹായിക്കുന്നതിലും ശ്രദ്ധിച്ചിരുന്നു. इसी कोशिश में रहती थी कि അവരെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. जाए അവർക്കത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. करना पड़े। എല്ലാ വിദ്യകളും അഭ്യസിക്കുന്നതിൽ തൽപരരായിരുന്നു. അവർ ഹദഫ് പരീക്ഷ പാസ്സായിരുന്നു. अपने अदब का इम्तिहान पास കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലും ശ്രദ്ധിച്ചിരുന്നു. 1985 തന്റെ ഭർത്താവുമായി വളരെയധികം പ്രയാസം നേരിടുന്ന അന്തരീക്ഷത്തിൽ 1987 നോർവേയിലേക്ക് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരുടെ പ്രായം 60 വയസ്സായിരുന്നു. എന്നിട്ടും നോർവേ ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. नॉर्वेजियन जुबान सीखने ജമാഅത്തിനോടും ഖിലാഫത്തിനോടും വളരെയധികം സ്നേഹം से बहुत मोहब्बत रखती ഉണ്ടായിരുന്നു. ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും എപ്പോഴും വായിച്ചുകൊണ്ടേയിരുന്നു. मेरे मुतालिया रहता था। ചന്ത കൃത്യമായി നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. ख्याल रहे। ഇവരുടെ 2 മക്കൾ ഡോക്ടറാണ്. ഒരു മകളുണ്ട്. बेटे डॉक्टर हैं, एक बेटी हैं। അള്ളാഹു ഇവരുടെ മക്കൾക്കും ഇവരുടെ നന്മയെ നിലനാട്ടുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ദർജാത്ത് ഉയർത്തുമാറാക്കട്ടെ. बुलंद फरमाए। الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.